ഓക്കെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. വിറ്റ് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. ഇത് നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ ഒരു ഫാനിനെ നമ്മുടെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പോഡ്കാസ്റ്റ് റെഗുലറായി കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തപ്പിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരാളാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഈ ചീഫ് ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പോഡ്കാസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് ആൾക്കാർ കേൾക്കുന്നത്. കാരണം നമ്മുടെ പോഡ്കാസ്റ്റ് ഒരു ഇന്റലക്ച്വൽ പോഡ്കാസ്റ്റാണ്. മനസ്സിലല്ലേ? വല്ലാത്തൊരു അവകാശവാദമായി പോയി. കാരണം ഇത് തെളിയിക്കേണ്ടി വരും. കാരണം നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നൺ അതർ ദാൻ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്ത എന്റെ സുഹൃത്ത് സുദർശൻ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സയന്റിസ്റ്റിനെ ഒരു കൈയകലത്തിൽ കാണുന്നത്. അതെ. ഇത്ര നാള് IIT-നെ കുറിച്ചുള്ള എന്റെ പുച്ഛം മാറിയത് ഇന്ന് കാലത്ത് മുതലാണ്. ഈ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് IIT-ൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ബുദ്ധിയുള്ളവർ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. പണ്ട് റിൻഷാദിനൊക്കെ കണ്ടിട്ടേ ദീപക് മോഹനും റിൻഷാദിനെ കണ്ടപ്പോ IIT-നെ കുറിച്ചുള്ള എന്റെ ധാരണകളൊന്ന് IIT-ക്ക് ഒരു പുച്ഛമായി. തുടങ്ങി IIT-നെ എനിക്ക് ബഹുമാനാണ്. അതെ, കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സുദർശനാണ്. സുദർശൻ എൻ്റെ കൂടെ IIT മദ്രാസിലെ ബാച്ച്മേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് സുദർശൻ US-ൽ പോയി. ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ലൂയിസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോഫിസിക്സിൽ PhD കഴിഞ്ഞ് അവിടെ റട്കേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ സയന്റിസ്റ്റ് എന്നല്ല, പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആയിട്ടിരിക്കുവാണ്. സയന്റിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല പൊസിഷനാണ്. PhD കഴിഞ്ഞ ഉടനെ സയന്റിസ്റ്റ് ആയ നല്ല ആർട്ടിസ്റ്റുകൾക്ക് സയന്റിസ്റ്റുകൾക്ക് നല്ലൊരു സാധനമാണ് ഹ്യൂമിലിറ്റി, അല്ലേ? അതെ, എങ്ങനെയെങ്കിലും ഒപ്പം പിടിക്കാൻ നോക്കാനല്ലേ. സയന്റിസ്റ്റിന്റെ ഒപ്പം പിടിക്കണം, താഴെ പോയിട്ടില്ല എന്നുള്ള. അതെ. അപ്പൊ പറയൂ സുദർശൻ, എന്താണ് ആസ്ട്രോഫിസിക്സ്? ഫസ്റ്റ് അതിനെക്കാട്ടി എല്ലാം ഉപരി സുദർശൻ ഒരു വിറ്റ് ടോക്സിന്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ സംസാരിക്കും. ആസ്ട്രോഫിസിക്സിനെ പറ്റി സംസാരിക്കാം, കുഴപ്പമില്ല. എനിക്ക് അറിയാവുന്ന ആദ്യം തന്നെ വലിയൊരു സ്കിപ്പ് അടിക്കാവോ? ആരാധകനാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല, കുറച്ചിങ്ങനെ ജോലി വരുമ്പോ മിസ്സായി പോകും. പക്ഷെ എന്താ പറയാ, മിസ്സായി പോയി കഴിഞ്ഞാലും എന്താ പറയാ, കാച്ചപ്പ് ചെയ്യാൻ ഒരു 4-5 എണ്ണം ഉള്ളപ്പോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിട്ടിരുന്ന് കേൾക്കാറ്. അപ്പൊ ഈ ശാസ്ത്രജ്ഞർക്ക് ഒരു പണിയില്ല, ഇതൊക്കെ കേൾക്കാൻ എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഇതാണ് ഫുഡ് ഉണ്ടാക്കല്, പാത്രം കഴുകല്, പണിയെടുക്കല് മാത്രമേ ഉള്ളൂ. പുറത്തങ്ങ് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ വർക്ക് കുറച്ചും കൂടെ, ഞാൻ നല്ലൊരു ഷിക്കാഗോ, ന്യൂയോർക്ക് അതുപോലത്തെ ഒരു ഹാപ്പനിങ് ഏരിയയിലായിരുന്നു എൻ്റെ വർക്കെങ്കിൽ കുറച്ചും കൂടെ പുറത്ത് പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇതുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ടെന്നസിയിൽ കുറച്ച് റിമോട്ടായിട്ടുള്ള ഒരിടത്താണ്. അപ്പോൾ എന്താ പറയുക, കുറേ കൂടെ ഫ്രീ ടൈം ഉള്ളത് മുഴുവൻ ഈ നടന്ന് നാട് കാണുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുക, ജോലിക്ക് പോവുക, ആ ഒരു കാര്യം. അപ്പോൾ കുറേ ഫ്രീ ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ നല്ലൊരു എന്റർടൈൻമെന്റ്. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് വിറ്റ് ടോക്സ്. അതായത് ശ്രദ്ധ ഒന്നും അധികം വേണ്ട, മിസ്സാവാനൊന്നും ഇല്ല. മലയാളത്തിൽ കുറച്ച് വർത്താനം കേൾക്കാം. അപ്പൊ ഇത്തരം പ്രേക്ഷകർ ഇനിയും നമുക്ക് കുറെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് നല്ല ലൈറ്റ് സാധനങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കിടയിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ബോധ്യമുണ്ടല്ലേ. ഇപ്പൊ ഈ നാട്ടിൽ FM റേഡിയോ കേൾക്കുന്ന പോലത്തെ ഒരു ജോയ് കിട്ടാറുണ്ട് ഇത് കേൾക്കുമ്പോൾ. അതാണ് എൻ്റെ മെയിൻ ഡ്രോ. ബിക്കോസ് അല്ലെങ്കിൽ ഈ ഹെവി കണ്ടന്റ് ആണ്. മലയാളികൾ പൊതുവെ ഈ പഠിക്കാൻ വളരെ ഇഷ്ടമുള്ളവരായതുകൊണ്ടിട്ട് യൂട്യൂബിൽ കയറി റിസർച്ച് ടൈപ്പ് ലെവലിലുള്ള അപ്പൊ അത് ആ സാധനം തന്നെ ജോലിക്കും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ വയ്യ, വല്ല സാധാരണ സാധനവും കാണിക്കാവോ എന്നും പറഞ്ഞ് കയറുമ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ് നല്ല എൻജോയ് അറിയാം. റിൻഷാദിനറിയാം, ഫ്രണ്ട്സ് ആകുമ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റി അത് റെലവന്റ് അല്ല, കട്ട് ചെയ്തോളെ. ഗ്ലോബൽ മലയാളികളുടെ ലോൺലിനെസ് ക്യൂർ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. അവർക്കൊരു ഫ്രണ്ട് സർക്കിൾ സംസാരിക്കുന്ന പോലെ തോന്നുമായിരിക്കും വിറ്റ് ടോക്സ്. എത്ര നാളായി യുഎസിലേക്ക്? ഞാൻ പോയത് 2016 പോയത് PhD ചെയ്യാൻ. എൻ്റെ ഒരു കൊറോണയും കൂടെ ചേർത്ത് ഒരു കൊല്ലത്തിൻ്റെ അടുപ്പിച്ച് ഡിലേ ഉണ്ടായി. 2022 ഞാൻ എൻ്റെ തീസിസ് ഡിഫെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷമായി വർക്ക് ചെയ്യുന്നു. അതെ. എങ്ങനെയുണ്ട് US? ഇവിടെ നിന്ന് നമ്മൾ മനസ്സിൽ കണ്ട ഒരു US ആയിരുന്നു സത്യത്തിൽ താങ്കൾ അവിടെ ചെന്നപ്പോൾ അനുഭവിച്ച? കാരണം US-ഉം കഴിഞ്ഞ 5-6 വർഷത്തിൽ കുറെ മാറ്റങ്ങളിൽ കൂടെ പോയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം എൻ്റെയും കൂടെ ഇപ്പോൾ പറയുമ്പോൾ
നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതെന്നുള്ളത് കുറച്ച് നമ്മുടെ തന്നെ ഉണ്ടാക്കി വിടുന്ന സാധനങ്ങളായിരിക്കും. എങ്ങനെയൊക്കെ ആയിരിക്കും, വേറെ കുറേ നമ്മൾ കേട്ടുകേൾവി ഉള്ളതായിരിക്കും, വേറെ പോയവർ പറയുന്ന കഥകളായിരിക്കും. പക്ഷേ ഇത് ഇപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് US ഇരുന്ന ഒരാൾ ഇരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പെർസ്പെക്റ്റീവ് ആ നഗരത്തിൻ്റെയാണ്. പക്ഷേ ഈ ഇന്ത്യയിൽ ഇപ്പോൾ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി ഒക്കെ പല പല സ്ഥലങ്ങളായിരിക്കുന്ന പോലെ തന്നെ അവിടെയും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ ഇപ്പം പറയുമ്പോൾ വിഡ്ഢിത്തരാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അന്ന് പോയി കാണുമ്പോഴോ എങ്ങനെയൊക്കെ ആണല്ലേ ഇവിടെ എന്നുള്ളതാവുന്നത്. അപ്പോൾ ലൂയിസിയാന, ഞാൻ ഇരുന്ന സിറ്റി ബാറ്റൺ റൂജ് വളരെ എന്താ പറയുക ഇവിടെ ഉള്ളൊരു സാധാ പട്ടണം പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരിതാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ ആലോചിച്ച് കയറ്റി വെച്ച വലിയ മഹാനഗരങ്ങളിലെ വലിയ വലിയ മാനം മുട്ടുന്ന അമ്പരചുംബികളെന്നൊക്കെ പറഞ്ഞ് സഫാരി TV ഒക്കെ കണ്ടിട്ട് പോയതൊക്കെ ഇത് ഈ അമ്പരചുംബി കൊള്ളാം, ഒരു 4 ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ വളരെ പ്രതീക്ഷിച്ചാൽ, അതായത് ഇത് എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങൾ പറയൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയല്ല. ഞാൻ ന്യൂയോർക്കിലൊക്കെയാണ് ഇപ്പോൾ പോയിരിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ന്യൂയോർക്ക് ഏതാണ്ട് ഒരു ബോംബെ പോലെ തന്നെ ഡെൻസായി ആളുകളുള്ള തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒരു കാര്യം ഞാൻ പ്രിപ്പയർഡ് അല്ലാണ്ടിരുന്നത് എന്താന്ന് പറഞ്ഞാൽ കാറില്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് നേരിട്ടുള്ള ബന്ധുക്കളിൽ ആരും ഇങ്ങനെയുള്ള ഒരു ഉപദേശം തന്നില്ല. അവിടെ പോയ പാടെ ലൈസൻസ് എടുത്തോണം കേട്ടോ, ഇല്ലെങ്കിൽ ചുറ്റിപ്പോകും. പക്ഷെ അവിടെ പോയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇതിനു വേണ്ടി സേവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഉദ്യമം എപ്പോഴും അതായിരിക്കും, ഒരു കാർ ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകളുണ്ട്, പക്ഷേ ഈ നാട്ടിലെ പഴയ സത്യനന്ദിക്കാട് സിനിമയൊക്കെ പോകുന്ന പോലെ ഇനി ഇപ്പോൾ വിട്ടാൽ 11 മണിക്കേ ബസ്സുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ 1 മണിക്കൂറിനൊക്കെ ആയിരുന്നു സിറ്റിയിലേക്കുള്ള ബസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ ഇടത്ത് റെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ ബസ് റൂട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ സേവ് ചെയ്ത കാറൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ആ കൺസേണൊക്കെ പോയി. പക്ഷേ നമ്മളിങ്ങനെ ഒരു US എന്നും പറഞ്ഞ് തലയിൽ കയറ്റി വെച്ച് പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കില്ല ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു സർപ്രൈസസ് ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് ആയാലും ശരി, റിസർച്ചിൻ്റെ അന്തരീക്ഷമായാലും ശരി, ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ അതേപോലെ തന്നെ മെൻറ്റർ ചെയ്യും. നമുക്കൊരു കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണ്, പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഇവിടെ പോയി ഒരു കോഴ്സ് ചെയ്തോ, ഇതും കൂടെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടെ ഉണ്ടാകും, കുറേ കൂടെ എനിക്ക് ബഹുമാനമുണ്ട് അല്ല, ഗ്രോത്തിനൊരു സാധ്യത ഇവിടെയുള്ളതിനേക്കാളും കൂടുതൽ ഫണ്ട്. അതൊരു നല്ല രീതിയിൽ എനിക്ക് പറയണമെങ്കിൽ ഞാൻ ഇവിടെയും കുറച്ച് റിസർച്ച് ചെയ്തിരിക്കണം, അവിടെയും ചെയ്തിരിക്കണം. അപ്പം ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയുള്ള പെർസ്പെക്റ്റീവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ പൊതുവെ പണം കൂടുതൽ അവർ ചിലവാക്കുന്നുണ്ട് റിസർച്ചിലും ഗവേഷണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട്. നല്ല ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. ആൻഡ് അവിടെ നിന്ന് നല്ല ഐഡിയാസ് ഉള്ളവർക്ക് നന്നായി മെൻറ്റർ ചെയ്ത് വരുന്ന അഡ്വൈസേഴ്സ് വഴിയായിട്ട് നമുക്കൊരു പ്രോജക്റ്റിന് ഐഡിയ ഉണ്ടെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അവിടുത്തെ ഒരു ഭയങ്കര കിടിലൻ സാധനമാണ്. അത് എന്താ പറയുക, കണ്ടിട്ട് കുറച്ച് അസൂയ തോന്നിയിട്ടുണ്ട്. അതായത് ഭയങ്കര സംഭവമാണല്ലോ, അതായത് ഇവർക്ക് ദേ ഡോണ്ട് കെയർ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. ആൻഡ് അവർ കുറച്ച് അതിൽ പ്രൈഡുമുണ്ട് അവർക്ക്. എവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നാലും നിങ്ങൾ കട്ടിങ് എഡ്ജ് റിസർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം, ഒരു അമേരിക്ക ടോപ്പിലായിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് സാധാരണ ആളുകൾ പോലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് തിങ് ആയിരുന്നു. ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതായത് ഞാനൊരു ഭയങ്കര ദൈവമൊന്നുമല്ല. പക്ഷേ IIT ആക്ച്വലി ഈ ഒരു റിസർച്ച് ലാബ് തുടങ്ങുന്ന മുമ്പേ തന്നെ അവർ ആദ്യം ഗണപതി പൂജ ചെയ്യും, പിന്നെ കല്ല് വെക്കണ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു വളരെ ആന്റി സയന്റിഫിക് അപ്രോച്ച് ഒരു ജനറൽ ഒരു സാധനം ഉണ്ട് അവിടെ. അപ്പം US എങ്ങനെയാണ്, അതായത് ഇങ്ങനത്തെ ഗണപതി പൂജ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയാ, അല്ല നിങ്ങൾ ഈ ആസ്ട്രോഫിസിക്സ് അല്ലേ, അപ്പം ഈ അല്ല ബേസിക് ഞാൻ പ്രേക്ഷകരുടെ ഭാഗത്തിന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആള് ഞാനവിടെ. ഇതിന്റെ ബേസിക്സ് അവിടെ എന്താണ് നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ എന്താ പറയാ? ജോലി എൻ്റെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? പല്ല് കുളിക്കും. അത് ഓരോ ഫീൽഡിനും ഓരോ രീതിയിലായിരിക്കും ടാസ്ക്സ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ മുഴുവൻ തിയറിയാണ് ചെയ്യുന്നത് ഫിസിക്സിലെങ്കിൽ എൻ്റെ ജോലി മിക്കവാറും കുറച്ച് കമ്പ്യൂട്ടേഷൻ എൻ്റെ ലാപ്ടോപ്പിൽ ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ ചെയ്യുക, അവിടെയുള്ള ഒരു ക്ലസ്റ്റർ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പേപ്പറിലും പേനയിലും ചെയ്യുക. ഇതായിരുന്നു എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയിരുന്ന കുറേ പേരുടെ ലൈൻ ഓഫ് വർക്ക്. ഞാൻ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്ന ആളായത് കൊണ്ടിട്ട് കുറച്ച് ലാബിൽ ഒരു ഡിറ്റക്ടർ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇലക്ട്രോണിക്സ് ഉണ്ട്, കുറച്ച് സിമുലേഷൻ ഉണ്ട്, കുറച്ചെല്ലാം ഉണ്ട്. ഒരു സാധനത്തിനെ പാർട്ടിക്കിൾസിനെ പിടിക്കാനായിട്ട് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതൊരു ജോലിയായിരുന്നു.
മറ്റ് ജോലി എന്നുള്ളത് ഇതിനെ കൊണ്ട് ആക്സലറേറ്ററും ബീമും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ വെച്ച് ഞങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ സാധാരണക്കാർക്ക് മനസ്സിലാവും. ഇത്ര എളുപ്പമായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇത്രയും മനസ്സിലായാൽ മതി. ബാക്കി അച്ഛനോടും അമ്മയോടും പറയുന്ന ഇത് മറ്റേ ലാർജ് ഹൈഡ്രജൻ കൊളൈഡർ. അതെ, ലാർജ് ഹൈഡ്രജൻ കൊളൈഡർ. അവർ ചെയ്യുന്നതിന്റെ ലോവർ എനർജി അവർ നല്ല വേഗത്തിലാണ് കൂട്ടിയിടിപ്പിക്കുന്നത്. ഞങ്ങളുടെ വർക്കിലുള്ള അത്ര ധൃതിയൊന്നുമില്ല, പതുക്കെ കണ്ടുപിടിച്ചാൽ മതി. ഇന്ത്യൻ റോഡാണ്. അതെ, പതുക്കെയുള്ള കൊളീഷനാണ്. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, ഇലക്ട്രോണിക്സ് ഒക്കെ കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ളത് മതി. അപ്പൊ വളരെ കട്ടിങ് എഡ്ജിലുള്ള ഇന്ത്യയിൽ ചെയ്യാലോ. ചെയ്യാറുണ്ട്, ലാബ്സ് ഉണ്ട്. ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെന്റർ എന്നൊരു സാധനമുണ്ട് ഡൽഹിയിൽ. ഈ ശരിക്കും പറഞ്ഞ ഈ സുദർശൻ ചെയ്യുന്ന ഈ റിസർച്ചിന്റെ എൻഡ് ഗോൾ എന്താണ്? അതായത് എൻ്റെ ഗോൾ, എൻ്റെ ഫീൽഡ് ന്യൂക്ലിയർ ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല ന്യൂക്ലിയസുകളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന് നടുക്കിരിക്കുന്ന സാധനങ്ങൾ. നമ്മൾ ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ഇപ്പൊ പറയുമ്പോ അങ്ങ് അവിടെ നിന്ന് തുടങ്ങാം. ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ പുഡിംഗ് തിയറി അങ്ങനെ എന്തോ സാധനം. കോംപ്ലിക്കേറ്റഡ് ആക്കില്ല, ഇപ്പൊ ഇത് വളരെ ലേറ്റ്. അവിടെ ന്യൂക്ലിയസ് അവിടെ ഇരിക്കട്ടെ സെന്ററിൽ. അപ്പോ നടുക്കാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആറ്റോമിക് മോഡലിന്റെ കാര്യം. ഇതുങ്ങൾക്ക് പല രീതിയിൽ നിൽക്കാൻ പറ്റും. ഇതുങ്ങളുടെ പല സ്റ്റേറ്റ്സിൽ ഇതുങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ കേരള, തമിഴ്നാട് അതുപോലെ അപ്പോൾ അതുങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അമ്മയോടും അച്ഛനോടും പറയുന്നത് വളരെ വലിയ സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് കേട്ടുകൊണ്ട് എന്നെ ചീത്ത പറയരുത് പ്ലീസ്, ഇന്റർനെറ്റ് ആയതുകൊണ്ട് പറയുവാണ്. അപ്പോൾ ഇതുങ്ങളുടെ ഷേപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പലതരം ഷേപ്പിൽ ഈ ന്യൂക്ലിയസ് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ബോഡി ഷേം ചെയ്യാൻ പാടില്ല. ബോഡി ഷേം ചെയ്യാൻ ഇഷ്ടമുള്ള ഷേപ്പിന് ന്യൂക്ലിയസിൽ നിൽക്കാം എന്നുള്ളതാണ്. അതെ, അത് ഏത് ഷേപ്പിലാണോ നിൽക്കുന്നത് അതിനെ കണ്ടുപിടിക്കുക. പക്ഷേ ഈ ബോഡി ഷേമിങ് പറഞ്ഞാൽ ഭയങ്കര കുരിശായല്ലോ ദൈവമേ. അതിലോട്ട് വേറൊരു കാര്യങ്ങൾ ഇങ്ങനെ എറിഞ്ഞ്, ഇപ്പൊ ഒരു പ്രോട്ടോൺ ആണെങ്കിൽ പ്രോട്ടോൺ എറിഞ്ഞ് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തെറിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്കിളായിട്ട് അതിങ്ങനെ തിരിച്ച് വരുമ്പോൾ അതിനെ ഒരു കുറെ ഡിറ്റക്ടറൊക്കെ വെച്ച് പിടിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ചളുങ്ങിയിരിക്കുന്ന ഒരു പാത്രത്തിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ അതിലേക്ക് കല്ലെറിഞ്ഞ് ഈ കല്ല് എങ്ങോട്ടാണ് സ്കാറ്റർ ചെയ്യുന്നതെന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഒരു ഊഹം കിട്ടും. പാത്രം നല്ല ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ ഒരു ചളുക്കമുണ്ടോ. അപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോട് ഞാൻ ഇങ്ങനെ പറയാറ്, ഇത് ഏതാണ്ട് ആക്യുറേറ്റ് ആണ്, കുറച്ച് ഫിസിക്സും ഇതിൽ മിസ്സിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എറിയും, ഒരു 1,00,000 പ്രാവശ്യം കല്ലെറിഞ്ഞപ്പോൾ 1000 പ്രാവശ്യം ഇങ്ങോട്ട് പോയി, 3000 പ്രാവശ്യം അങ്ങോട്ട് പോയി, എന്നിട്ട് ഇതൊക്കെ കൂടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ മോഡലും കൊണ്ട് നോക്കുമ്പോൾ ഒരു പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഷേപ്പ് ഏറെക്കുറെ എങ്ങനെയാണ്. ഇവര് ബോഡി ഷേമിങ്ങിന്റെ ഏറ്റവും മൈക്രോസ്കോപ്പ് ലെവലിലുള്ള ബോഡി തടിച്ചിട്ടായിരിക്കണേ, അവന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കും. ഇനി അതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കളിയാക്കും. അതെ, ഇത് ഞങ്ങൾ ചെയ്യാനുള്ള അതിന്റെ കാരണം നക്ഷത്രങ്ങളിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മോഡൽ ചെയ്യുക എന്നുള്ളത് നല്ല മുന്തിയ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നവരുടെ വലിയൊരു ടാസ്ക്കാണ്. അത് ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ വേണ്ട ഒരു കാര്യമാണ്. ഒരു സൂപ്പർ നോവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ച് പഠിക്കാൻ. അപ്പോൾ ആ സിമുലേഷനുകൾക്ക് ഞങ്ങളുടെ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പീരിയോഡിക്കലി കുറച്ച് പബ്ലിഷ് ചെയ്യും. ഞങ്ങൾക്ക് അറിയേണ്ടത് ഇന്ന ഐസോട്ടോപ്പുകളുടെ പ്രോപ്പർട്ടീസ് ആണ്, ഇന്ന എനർജിയിൽ. ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ തിയററ്റിക്കലി വരുന്ന മോഡൽസ് ഒക്കെ വളരെ ഇന്നാഡക്വേറ്റ് ആണ്. ലാബിൽ പോയി മെഷർ ചെയ്ത് ആരെങ്കിലും പറയാമോ എന്ന് പറയുമ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഹാജർ എന്ന് പറഞ്ഞ് പോയി. ഇതിനുള്ള ഡിവൈസ്, ന്യൂക്ലിയസിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് ബിൽഡ് ചെയ്യാണ്. ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് എന്നായിട്ടൊരു സാധനമില്ല. ഒരു പാർട്ടിക്കിൾ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കല്ലെറിയണതാണ് നിങ്ങളുടെ ബേസിക് ഇൻവെൻഷൻ അവിടെ അല്ലേ? കല്ലെറിയാന്ന് ബേസിക് ഇൻവെൻഷൻ എക്സിസ്റ്റിംഗ് ഒരു ടെക്നോളജി അല്ലേ? അതെ, ആണ്. അത് ഇപ്പോൾ ഒരു ലീനിയർ ആക്സിലറേറ്റർ എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഗൂഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ ആക്സിലറേറ്റർ ഉണ്ട്, ഒരു സൈക്ലോട്രോൺ ഉണ്ട്. ഈ കല്ലെന്ന് ഞാൻ പറഞ്ഞത് ഒരു ആറ്റമാണ്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. അത് ഇങ്ങനെ ഒരു ഇപ്പോൾ സൾഫറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൾഫർ ന്യൂക്ലിയസിന്റെ ഒരു ടാർഗറ്റ് വെച്ച് അതിലോട്ട് നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എറിയുന്നു. അത് ഏത് ഭാഗത്തേക്കാണ് തെറിച്ച് വരുന്നതെന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം ആയിരിക്കില്ല, ഒരു ഡ്യൂട്ടീരിയം ആറ്റം ആയിരിക്കും.
അതിന്റെ ന്യൂട്രോൺ അകത്തോട്ട് പോകും, പ്രോട്ടോൺ പുറത്തേക്ക് വരും, അതായിരിക്കും കിട്ടുന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞ അവൻ പറഞ്ഞതാ ന്യൂട്രോൺ അകത്തേക്ക് പോകുന്നു പ്രോട്ടോൺ പുറത്തേക്ക് പോകുന്നതൊക്കെ. അപ്പൊ അത് പറയുമ്പോ ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ്. നമുക്ക് ഈ ഒരു നക്ഷത്രങ്ങളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മോഡൽ ചെയ്യുന്നതിന്റെ ശരിക്കും ഒരു ലേമെന്റ് നടുക്കൊക്കെ എന്തായിരിക്കും അതിന്റെ ബെനിഫിറ്റ്? അതായത് ഇത് എനർജി ക്രിയേഷൻ ആണ്, ചാർജ് ചെയ്യേണ്ടാത്ത ഫോൺ കണ്ടുപിടിക്കാനാണോ, അങ്ങനെ വയർലെസ് ചാർജിങ്ങിനാണോ, അങ്ങനെ എന്താണ് അതിന്റെ ഒരു ടെക്നോളജി? ഇപ്പോൾ കമ്പ്യൂട്ടേഷണലി ഒരു പുതിയ കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനിട്ട് കൊടുക്കുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നിതാണ്. പിന്നെ എഞ്ചിനീയറിംഗിൽ എനിക്കിതിന്റെ മലയാളം അറിഞ്ഞുകൂടാ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിച്ച, സോറി. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ കുറച്ച് ഘടാഘടിയൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഒരു സൂപ്പർനോവ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്നതിനെ മോഡൽ ചെയ്യാനായിട്ട് എത്ര ഡീറ്റെയിലിൽ വേണമെങ്കിലും മോഡൽ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ മെഷർമെന്റ്സ് ഉപയോഗിച്ച് ഈ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളും ഈ കോംപ്ലിക്കേറ്റഡ് മോഡലിൽ കൂടുതൽ ഡീറ്റെയിൽ ഇട്ട് കൊടുത്ത് ഇതുങ്ങൾ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ ഞങ്ങൾ എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും എംപിരിക്കൽ ഡേറ്റയാണ്. ഈ എംപിരിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നാളെ ഒരാൾ ഒരു തിയറി ഉണ്ടാക്കുമ്പോൾ ഇതെന്തുകൊണ്ടിട്ടാണ് ഈ ന്യൂക്ലിയസ് ഈ ചളങ്ങിയിരിക്കുന്നത് എന്നൊരു തിയറി ഒരാൾ മര്യാദയ്ക്ക് ഉണ്ടാക്കിയാൽ അയാൾക്ക് അത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം പോയി മെഷർ ചെയ്യുമെന്ന് പറയാതെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ മൂന്നാമത്തത്, ഇത് എഞ്ചിനീയർമാർക്ക് ഇതുമാതിരിയുള്ള ഡേറ്റ വളരെ ഉപയോഗമുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ പൊതുവേ സയൻസിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് യൂസസിന് ഉതവാറുണ്ട്. അപ്പോൾ ഒരാളിപ്പോൾ ഒരു പവർ ജനറേറ്റർ, ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നു, അതിലേക്കുള്ള കാൽക്കുലേഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഒരാളൊരു എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് മോഡൽ ചെയ്യുമ്പോൾ അയാൾക്ക് അതിനുള്ള കമ്പ്യൂട്ടർ മോഡലിംഗിന് ഉപയോഗിക്കേണ്ടുന്ന ഇൻഗ്രീഡിയൻസിൽ കുറേ ഇതുപോലുള്ള മെഷർമെൻറ്റ്സ് വരാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ റിസർച്ചിൻ്റെ ഫോക്കസ്. ഞാൻ എന്തിനാണ് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതെന്ന് ഞാൻ പ്രപ്പോസൽ എഴുതി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാത്തിലും എന്തെങ്കിലും ഒരു സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് ആണ് എൻ്റെ എൻഡ് ഗോൾ. അത് വളരെ നമുക്ക് മനസ്സിലാവില്ല. സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറിനകത്തുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയായിട്ട് ഇത്രയും എനിക്ക് മനസ്സിലായത് ആളെന്തിനു വിറ്റോക്സ് കണ്ടെന്നുള്ളതാണ്. ഇത്രയും പണിയെടുക്കണം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എഫർട്ട് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ വിറ്റോക്സ് ആയിരിക്കും വരുന്നത്. സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് എന്താണ്? അതായത് ബിഗ് ബാങ് ഭയങ്കര വാല്യൂ അഡീഷൻ ഉള്ളത് അനീസിക്ക് ഇല്ലാത്ത നന്നായല്ലേ? ബിഗ് ബാങ്ങിനെ കുറിച്ച് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭൂലോകത്ത് യൂണിവേഴ്സ് ബേസിക് എന്താ പറയുക, ഫസ്റ്റ് പ്രിമോർഡിയൽ എലമെന്റ്സ് ഉണ്ടായത്, അതായത് ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രോസസ്സിലാണ്. ഇത് പഠിക്കുന്ന മേഖലയിലാണ് ഈ ഹൈ എനർജി ഫിസിക്സിന്റെ കാര്യങ്ങൾ വരുന്നത്. അവിടെയാണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഉള്ളത്, അവിടെയാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ കൊളൈഡറൊക്കെ ഉള്ളത്. ഇത് കഴിഞ്ഞ് ഈ ഹൈഡ്രജനും ഹീലിയമും ഉണ്ടായി ഇതുങ്ങൾ എങ്ങനെയാണ് കാർബണായി മാറുന്നത്, ഇതുങ്ങൾ എങ്ങനെയാണ് ഓക്സിജനായി മാറുന്നത്, വലിയ വലിയ എലമെൻ്റായി മാറി ഇപ്പം നിങ്ങളും ഞങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് കുറേ കാലം ആളുകൾ ഇങ്ങനെ പല തിയറി ഇട്ട് നോക്കി. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഇപ്പോഴുള്ള അബണ്ടൻസസുമായിട്ട് മാച്ചായില്ല. ഇത്രയും കാർബൺ എന്തിനാണ് ഇരിക്കുന്നത് ലോകത്ത്, ഇത്രയും ഓക്സിജൻ എന്തിനാണ് ഇരിക്കുന്നതെന്ന് മാച്ചായില്ല. ഒരു 55കളിൽ എങ്ങാണ്ടാണ് ഒരു 4 പേര് കൂടെ ചേർന്ന് ഒരു പേപ്പർ എഴുതി. ആ പേപ്പറിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാൻ താഴെ ഫ്രീ ആക്സസ് ആണ്, വായിക്കാൻ. ഇത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ, ഇത് കഴിഞ്ഞാൽ ക്വിസ് ഉള്ളതാണ്. നമ്മളൊരു 10 മാർക്ക് എക്സ്ട്രാ ചോദിക്കും. ന്യൂക്ലിയർ സിന്തസിസ് സ്റ്റെല്ല മാത്രം എനിക്ക് ഓർമ്മയില്ല. ന്യൂക്ലിയർ സിന്തസിസ് അവര് പറഞ്ഞ എന്താണ്, ഈ 4 പേര് വെറുതെ ഇരുന്നിട്ട് വിറ്റോക്സ് ചെയ്യല്ലേ ചെയ്തത്. അവര് ലോകത്തിന് ഉപകാരമുള്ള എന്തോ പറഞ്ഞു. അതെന്താ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ നക്ഷത്രങ്ങളായി മാറി. ഈ ഹൈഡ്രജൻ കുറെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആവും, ഈ ഹീലിയം 3 ഫ്യൂസ് ചെയ്ത് കാർബൺ ആവും. ഇങ്ങനെ കുറെ ഈ നക്ഷത്രങ്ങൾക്കുള്ളിലാണ് ഈ വലിയ എലമെന്റ്സ് ഉണ്ടാകുന്നത്, കുഞ്ഞ് എലമെന്റ്സ് ഫ്യൂസ് ചെയ്ത്. ആ തിയറിയാണ് അവരിട്ടത്. ആൻഡ് അവരതിന് പല ഒരുപാട് അതുവരെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഒബ്സർവേഷണൽ ആസ്ട്രോണമിയുടെ എല്ലാ എവിഡൻസും അവർ ഉപയോഗിച്ചു. എന്നിട്ട് അവർ പ്രെഡിക്റ്റ് ചെയ്തു, അതായത് ഇതാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അത്രയും ഓക്സിജനും കാർബണും ഒക്കെ
ഉണ്ടോ? നാച്ചുറലായിട്ട് ഉണ്ടാവും അവർ പറഞ്ഞു. അതിന് ഭയങ്കര വാല്യൂ ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴും എൻ്റെ തീസിസ് ഞാൻ എഴുതിയപ്പോൾ ഇവരെ ഒരു നമസ്കാരം ഇട്ടിട്ടാണ് അങ്ങ് തുടങ്ങിയതാണ്. ഇവർ 55 പറഞ്ഞതാണ്, ഇതുവരെക്ക് പൊട്ടിയിട്ടില്ല. നക്ഷത്രം വല്യച്ഛനല്ല, ആകാശത്ത് മിന്നുന്ന നക്ഷത്രം വല്യച്ഛനല്ല. ഈ കുഴച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇവരിങ്ങനെ മരിച്ചുപോയ വല്യച്ഛനല്ല, ആകാശത്ത് കാണുന്ന നക്ഷത്രം. ഞാൻ സാധാരണ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു മേജർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ആൾക്കാരുടെ അടുത്ത് പോയി തള്ളാം, ഞാൻ എന്തോ പഠിച്ചിട്ട് വന്ന പോലെയൊക്കെ പറഞ്ഞ് അടുത്ത മീറ്റിങ്ങിന് പോയിരുന്നു. അടുത്ത മീറ്റിങ്ങിൽ അടുത്ത ഫ്രണ്ട്സിനെ കാണാൻ നമുക്ക് പോയി പറയാം. ശരിക്കും പറഞ്ഞാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? 2 ഹീലിയം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് അറിയാമോ? 2 ഹൈഡ്രജൻ വരുമ്പോഴാണ്. ഇത് തള്ളാനും പറ്റൂലല്ലോ ദൈവമേ. ഇതിനെപ്പറ്റി ഒരു രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാ എന്നിട്ട് എന്ത് അങ്ങനെയാണ് ദൈവം ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ഈ ജോലിയും കൂലി ഇല്ലാതെ ഇരുന്ന് ഇങ്ങനെ ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ ഡീപ്പായിട്ട് പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു PhD അടിച്ച് കൈ തരുന്നത്. ഒരു കാര്യം കൂടെ പറയണം, എനിക്ക് ഇതിൽ PhD ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ കാര്യം, ന്യൂക്ലിയർ ആസ്ട്രോഫിസിക്സിലാണ് എനിക്ക് ഫോർമലി PhD ഉള്ളത്. അതിലും എനിക്ക് PhD ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ബാക്കി കാര്യത്തിൽ ഇത്രയും തന്നെ വിവരം ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു കാര്യം വരെ ഞങ്ങളുടെ അവിടെ ലിറ്ററേച്ചറിൽ PhD ഉള്ള ചിലരൊക്കെ വാഴക്കൊലയും തേങ്ങാക്കൊലൊക്കെ എഴുതാറുണ്ട്. അല്ല, ഇത് വിറ്റോക്സിന്റെ പ്രേക്ഷകർക്ക് ഒരു ഷോക്ക് ആയിരിക്കും അല്ലെ, പെട്ടെന്ന് മറ്റേതൊക്കെ സംസാരിച്ചിട്ട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചേച്ചി പോയി എന്നൊക്കെ പറഞ്ഞു. സ്റ്റെല്ലാർ ന്യൂക്ലിയർ ഫിസിക്സിന്റെ കോറിന്റെ അകത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ചളങ്ങിയ ന്യൂക്ലിയസ്. ഈ ചളങ്ങിയ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞതിന് ചീത്ത കേൾക്കുമെന്ന് ഇപ്പൊ പേടിയുണ്ട്. ഈ കുറെ ടോക്കിന് പോയി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേടി വരും, നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തല്ലോ, എന്നെ ആരെങ്കിലും ഇപ്പൊ തല്ലാൻ വരുമോ എന്നും പറഞ്ഞു. ന്യൂക്ലിയസിന്റെ ബന്ധു എന്നും ആരാ പറഞ്ഞത് ചളങ്ങി, ഇതൊരു ബ്യൂട്ടി ഫീച്ചറാണ്. പക്ഷെ ഞാനൊരു കാര്യം സുദർശനെ പറ്റി ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സുദർശന് ഭയങ്കര ലോകവിവരമാണ്. സത്യം പറഞ്ഞ സുദർശൻ ഇങ്ങനെ ഈ കുറെ ആളുടെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് റിസർച്ചാണ്. അതായത് പുള്ളി ഭയങ്കര സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ നമ്മളെന്താണ് പഠിക്കുന്നത്? ന്യൂട്ടന്റെ 3 നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് 3 എണ്ണം പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് തിങ്കിങ് ഉണ്ട്. അപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് സുദർശനായിട്ട് എന്തൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് സിമ്പിൾ, നമ്മളിപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു സാധനം പറയുകയാണെങ്കിൽ സുദർശൻ ഇതിൽ കുറെ ഡേറ്റ പോയിന്റ് ഉണ്ട്, കുറെ സൊല്യൂഷൻ ഉണ്ട്, കുറെ ഹൈപ്പോത്തസിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പറയും എന്നാലും എനിക്ക് അറിഞ്ഞൂടത് എങ്ങനെയാണ് സോൾവ് ചെയ്യണേ എന്നുള്ളത്. ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ സാധാരണ ഒരു ശരാശരി മലയാളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പകുതി നോളജ് പോലും ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. സുദർശൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയാല്ലേ? അതെ, ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ള എന്നുള്ളൊരു സാധനമുണ്ട്. അല്ല, അത് എന്താ പറയാ, കുറച്ച് എൻ്റെ സെൽഫ് എസ്റ്റീമിന്റെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യം, ആ ഒരു കോഷൻ ഓവർ ടൈം നമുക്ക് തന്നെ വരും. അതായത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഞാനിത് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, അതായത് ചേട്ടന് തുള്ളണ്ട, എന്താ പറയുക, നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു വാല്യൂ റിപ്പോർട്ട് ചെയ്താൽ ഫിസിക്സിലോ വേറെ ഏത് മേഖലയിലായാലും അതിന് എറർ ബാറും പറയണം. നിങ്ങൾക്ക് ഇതിന് എത്ര കൃത്യമായിട്ട് അറിയാം. അതായത് വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ 10% അതിനപ്പുറം ഇപ്പുറം പോകാനുള്ള ചാൻസ്, 30% 50% അപ്പൊ ഞങ്ങളുടെ കുറച്ച് പ്രോബ്ലംസിൽ വാല്യൂ മെഷർ ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ല. ഇതിനെക്കുറിച്ചുള്ള അജ്ഞാനം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. അതുപോലും ചിലപ്പോൾ നടക്കില്ല, പ്ലാൻ ചെയ്ത മാതിരി എക്സ്പെരിമെന്റ് പോയില്ലെങ്കിൽ. അപ്പോൾ അതിങ്ങനെ കുറേ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ട്രെയിനിങ് കിട്ടും. ഇത് തന്നെ വന്നതാണ്, ഞാനായിട്ട് ഭയങ്കര ജീനിയസ് ആയിട്ട് ഉണ്ടാക്കിയതല്ല. ഓരോ ടോക്കിന് പോകുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ ശരിക്കും കൊടയും, ഓഡിയൻസിലുള്ള നമ്മളെക്കാൾ വിവരമുള്ളവർ. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് കിട്ടും. അതായത് ഇങ്ങനെ വെറുതെ തള്ളരുത്, വെറുതെ തള്ളി കഴിഞ്ഞാൽ എല്ലാവരും വെട്ടാൻ വരും. അപ്പോൾ അത് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് 3ാമത്തെ ടോക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അയ്യോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് പത്രം വായിക്കുമ്പോഴായാലും ശരി, ഒരു കാര്യത്തിനെ പറ്റി ഇപ്പം നിന്നോട് സംസാരിക്കുമ്പോഴും രസമാണ്. ബിക്കോസ് നീ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടിട്ട് നിനക്കും ഇതേ സാധനം ഉണ്ട്. അതായത് ഇത് ശരിക്കും ഇങ്ങനെ ഉള്ളതാണോ എന്ന് പറയാൻ. അപ്പോൾ എനിക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ അത് സംസാരിക്കാൻ കുറച്ചും കൂടെ രസമാണ്. ബിക്കോസ് പൊതുവേ ഇപ്പോൾ വീട്ടുകാരോട് അല്ലെങ്കിൽ എന്താ പറയുക ബന്ധുക്കളോട് ഇങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്നാൽ ഈ ചീത്ത കേട്ടിട്ടുള്ള ട്രെയിനിങ് ഇല്ലാത്തത് കാരണം ഒരു ചെറിയ സ്ഥാനത്തിൽ പിടിച്ച് വളരെ കോൺഫിഡൻ്റ് ആയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ എന്ന് പറയാനുള്ള ട്രെയിനിങ് ഇല്ല. അതൊരു ഈ ഒരു ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറയാം. ബിക്കോസ് ഈ അമ്മാവനിസം കയറി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല കാര്യമായിട്ടും പറയാം. നല്ല കാര്യമാണ്. ഇപ്പം
ജോണിന് നമ്മുടെ സുഹൃത്ത് അർഷദ് എന്തൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ പുറകെ 2 ഡേറ്റ് ഇടൂലേ. ഇന്ത്യയിൽ 75% സെക്യൂരിറ്റികൾ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ ഉറങ്ങുകയായിരിക്കും എന്ന് വെച്ചാൽ അവനാണെങ്കിൽ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ ഉറങ്ങുകയാണെന്ന് മാത്രമല്ല ഇത് എത്ര ശതമാനം. അല്ല ഞാൻ അതല്ല ചോദിക്കാം, എന്തുകൊണ്ട് PhD എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അതിനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് US എന്താ ഓപ്റ്റ് ചെയ്യുന്ന കാര്യം? അത് എന്താ പറയാ, സത്യം പറഞ്ഞാൽ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതോ US എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡ്രീമാണോ, അതോ US ഈ പറഞ്ഞ റിസർച്ചിനുള്ള കൂടുതലുള്ള സാധ്യതകളാണോ? പോകുന്ന കുറെ പേർക്ക് കുറച്ചുകൂടെ എന്നെക്കാൾ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ അണ്ടർ ഗ്രാജുവേറ്റിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അത് നല്ല കാര്യമാണ്. എൻ്റെ ഒരു ഇപ്പോൾ അഡ്വൈസ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എത്ര നേരത്തെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നോ അത്ര എളുപ്പമായിരിക്കും ഇക്കാര്യം നാവിഗേറ്റ് ചെയ്യാൻ. എനിക്ക് കുറച്ച് എല്ലാം പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എനിക്ക് പിടിച്ചു. അവസാനമായപ്പോൾ ഞാൻ തന്നെ എനിക്ക് ആകെപ്പാടെ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നത് എന്താണ്, എനിക്ക് തിയറി ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കൈയും കൊണ്ട് ഉണ്ടാക്കി മെഷർ ചെയ്യണം. അത് എന്തായാലും കുഴപ്പമില്ല, ചെറിയ കാര്യമായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അഡ്വൈസറിനോട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു കുറച്ചും കൂടെ എളുപ്പം ഇതുമാതിരി കാര്യം ചെയ്യാൻ അമേരിക്കയാണ്. ബിക്കോസ് നിനക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിനക്ക് യൂറോപ്പിലേക്കൊക്കെ പോവാം. അമേരിക്കയിലാവുമ്പോൾ 2 വർഷത്തേക്ക് കോഴ്സ് വർക്ക് ചെയ്യാം. അത് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരോടും സംസാരിക്കാം. ഇപ്പൊ ബ്രോഡ്ലി ഒരു കോളേജിൽ പോവുകയാണ്, അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിനക്ക് ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഓക്കെ ആണെന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു 2 വർഷം ഉപയോഗിച്ച് ഒന്നിൽ സെറ്റിൽ ആവാം. അപ്പം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് ആകെ അറിയാവുന്ന എന്താണ്, എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യണം. ഈ സപ്പോസ് ഇവിടെ ഒരു ആറ്റം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറ്റില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും കൊണ്ട് അങ്ങോട്ട് പോയി ഇത് ചെയ്തു. സപ്പോസ് അല്ല, സാധനം വേണം കാണിക്ക്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഓസിലോസ്കോപ്പിൽ ഒരു ബ്ലിപ്പെങ്കിലും കാണിക്കും, ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കല്ലേ. ഞാൻ ഭയങ്കര ബുജിയായിട്ട് IIT പോയിട്ട് എനിക്ക് ആക്ച്വലി ശരിക്കും ഓർമ്മയുണ്ട് എനിക്ക് എവിടെ വെച്ചാണ് കിളി പോയെന്നുള്ളത്. അതായത് നമ്മൾ 12ാം ക്ലാസ് വരെ പഠിച്ചത് വെക്ടറാണ്, അതായത് 3 ഡയമെൻഷൻ. അത് തന്നെ എനിക്ക് ഒരു ലെവലിൽ മനസ്സിലാക്കാൻ പാടായിരുന്നു. ഇതും കഴിഞ്ഞ് IIT ഫസ്റ്റ് ഇയർ പോയപ്പോൾ ഒരു ടെൻസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് 9 ഡയമെൻഷൻ ഉണ്ട്. അതായത് കുറച്ച് ഫോഴ്സസ് ടെൻസറിലാണ്. ഇതിൻ്റെയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധനം കയ്യിൽ നിന്ന് പോയി. അതേപോലെ എനിക്ക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അതിൽ ഈ ക്വാണ്ടം കെമിസ്ട്രി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കയ്യിൽ നിന്ന് പോയി, ഇതിന് കാൽക്കുലസും സാധനമൊക്കെ വേണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബുജിയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ MBA പോകുന്നതാണ് നമ്മുടെ നിലനിൽപ്പ്. പറയുമ്പോൾ പറയണല്ലോ, ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ നല്ല പാടാണ്. അതായത് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ല. അതായത് നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊരു 5 വയസ്സായ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അത് പഠിപ്പിക്കാനിരിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ അമ്മോ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ അവിടെ പഠിപ്പിക്കാനുള്ള ടാസ്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും കിടുങ്ങി പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞതിൽ അവിടെ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്. ഈ പ്രൊഫസർമാര് മോശമാണെന്നുള്ളതിന്റെ അല്ല, ഈമാര് ചില കാര്യങ്ങൾ നല്ലവണ്ണം പഠിപ്പിക്കാനായിട്ട് അതിനുവേണ്ടി തന്നെ സമയം മെനക്കെടുത്തി കുറെ കഷ്ടപ്പെട്ട് തലയിട്ട് പൊട്ടിക്കണം. എനിക്ക് പ്ലസ് 2 മനസ്സിലായത് ചിലപ്പോ ജോർഡിന് വെക്ടർ ആയപ്പോ തന്നെ ഓക്കെ 3 ഡയമെൻഷൻ ഒന്നും നടക്കൂലേ. 2 ഡയമെൻഷൻ വരെ എനിക്ക് പറ്റും, 3 പോയി. ഇത് ഞാൻ അല്ല സുദർശൻ പറഞ്ഞതിന്റെ ഒരു പോയിന്റ്, അത് കുറെ ടീച്ചർമാരുടെ നല്ല ടീച്ചറാണെങ്കിൽ നമുക്ക് പക്ഷേ ഇപ്പൊ സയൻസ് വളരെ ഇഷ്ടമാണ്. എന്താ പറയാ, ഒരു കരിയറിന്റെ ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് എഫേർട്ടൊക്കെ ഇടുന്നതിലും കുറച്ചും കൂടെ ഹോംലി ആയിട്ട് ഇരിക്കാനൊക്കെയാണ് ഒരു നല്ല ഫിസിക്സ് അധ്യാപകനാവുക. അതായത് വളരെ നല്ല ഡെപ്തിലും ക്ലാരിറ്റിയിലും ഒരു കാര്യം മനസ്സിലാക്കി അത് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഒരു നാട്ടിൽ ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു നല്ല സയൻസ് സംസ്കാരം ഉടലെടുക്കാനായിട്ട് എവിടെയാണ് നമ്മുടെ ജ്ഞാനം ഉള്ളത്, എവിടെയാണ് അത് തീരുന്നത്, എവിടെയാണ് ഈ ഗ്യാപ്പ് എന്നുള്ളതൊക്കെ നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഈ വളരെ ഹങ്കറുള്ള പ്രായത്തിൽ അണ്ടർ ഗ്രാജുവേറ്റിലൊക്കെയുള്ള കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അവർ നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഈ കാര്യം കൊണ്ട് മുമ്പോട്ട് പോകും. അത് വളരെ രസമാണ് കാണാൻ. അല്ല, നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു നല്ല ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ജോലി കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്.
എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ജെയ്ക്ക് പഠിച്ചപ്പോൾ ശരിക്കും നല്ല പഠിപ്പിക്കാൻ നല്ല കോച്ചിങ് സെന്ററിലൊക്കെ പോയതുകൊണ്ടാണ്, അതേപോലെ ഇൻട്രസ്റ്റ് വന്നുകൊണ്ടാണ് അത്ര എഫേർട്ട് ഇട്ട് കിട്ടിയത്. പക്ഷെ എഞ്ചിനീയറിങ്ങിന് പോയിട്ട് അങ്ങനത്തെ ഒരു എഫേർട്ട് ഒരിക്കലും ഇട്ടിട്ടില്ല. അതായത് പ്രൊഫസേഴ്സ് നല്ല പ്രൊഫസർ ആയിരിക്കാം, പക്ഷെ നമുക്കൊരു ബേസിക് ലെവലിൽ ഇത് കേൾക്കുക അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് എന്താണ് ഗുണം, നമുക്ക് വേറെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണല്ലോ അപ്പം താല്പര്യം. കാരണം അവിടെ നമുക്കൊരു വാലിഡേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് ചില്ലിങ് ആണ്, സംഭവമാണ്. നമുക്ക് ഇങ്ങോട്ടേക്കൊരു അപ്പോൾ ഒരിക്കലും ഞാനും അത് പഠിക്കാത്തതിൽ ഫാക്കൽറ്റി മോശമാണെന്ന് പറയില്ല, പക്ഷെ എന്നെ ആരും അങ്ങനെ അത് പഠിക്കാനൊരു മോട്ടിവേഷൻ തന്നില്ല, ഇൻട്രസ്റ്റ് തന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനം പഠിക്കുന്ന സമയത്ത് തോന്നിയില്ല. ഇല്ല, ചിലപ്പോൾ ഒരു പുസ്തകം പോലും മതി. ഇപ്പൊ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം എന്നോട് ഒരാൾ പറഞ്ഞത് ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അതായത് എനിക്ക് ഈ സാധനം പഠിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാനും എന്താ പറയുക, ഇപ്പോൾ PhD ഇപ്പോൾ എടുത്തു, പക്ഷെ 1-2 കാര്യത്തിലുള്ള എൻ്റെ വിവരം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കും പേടി വന്നിട്ടുണ്ട്. ദൈവമേ, ഇതങ്ങ് മെനയായില്ല, സമയം കിട്ടിയില്ല, ഇനി തിരിച്ചു പോയി പഠിക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ ഇരുന്നതിന് ഒരുത്തം പറഞ്ഞു, ഇങ്ങേരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നിനക്കൊരു 3 മാസം പിടിക്കും ഇത് പതുക്കെ ഇരുന്ന് സ്വയം പഠിക്കാൻ. പക്ഷെ ക്ഷമയോടെ ഇത് ഈ സാധനം വായിച്ചു കഴിഞ്ഞാൽ അങ്ങേര് പേടിപ്പിക്കാണ്ട് ഈ കാര്യം പറഞ്ഞു തരും. 3 മാസം പിടിക്കും പക്ഷെ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ നമ്മളത് എടുത്ത് നോക്കി ഒരു ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ വിവരം പറയണ്ടേ, അതായത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പൊതുവേ പറയുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് വേറൊരു എന്നെക്കാൾ വിവരമുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞു നേരെ വിടുവാണ്. ഇന്റർനെറ്റിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ വെറുതെ കിടപ്പുണ്ട്. ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ കിട്ടും, പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെങ്കിലും ലെക്ചർ ഉണ്ടാവും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു സഹൃദയനായ മനുഷ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ സ്നേഹം ഉണ്ടാവണം. ഈ സാധനം ചെയ്യുമ്പോൾ അതിനെ നമ്മളിങ്ങനെ വെറുത്തോണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാല് അതൊരു തലവേദനയായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെയിൻ എടുത്ത് ഇപ്പൊ എന്ത് കാര്യമായാലും അങ്ങനെയല്ല. അതായത് സ്റ്റാൻഡപ്പ് കോമഡി കല ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അതൊരു ജോലിയായിട്ട് നമുക്ക് തോന്നുവാണ്, അയ്യോ ഞാൻ നാളെ 2 തമാശ എഴുതണം എന്ന് വിചാരിച്ച് നമുക്ക് ഇരുന്ന് എഴുതിയാൽ നീയൊക്കെ അങ്ങനെ ഇരുന്ന് എഴുതാൻ കുറെ അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല, അല്ല ഞാൻ സുദർശന് പഠിക്കുന്ന സമയത്തുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ച് ഇന്നൊരു കമ്പനിയിൽ ജോലിക്ക് പോകണം, അതോ എനിക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, ഈ ഏറ്റവും കൂടുതൽ ഇതിനെ പറ്റി അറിഞ്ഞുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണോ ഗോൾ? അതാ ഇതിൽ നിന്ന് എത്ര കാശിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു കറക്റ്റ്. ഞാൻ നിന്റെ അടുത്തേക്ക് ഇതിന് എത്ര കാശായിട്ട് കൺവെർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. ആ ബുദ്ധി കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ മോശമായ ഒരു കാര്യമായിരിക്കില്ല. ബിക്കോസ് ഏത് ബുദ്ധി ഈ എന്താ കുറച്ച് പ്രാക്ടിക്കലായി കരിയർ എങ്ങനെയാണ് ഉണ്ടാക്കുക അതാണ് വേണ്ടിയിരുന്നത്. അല്ല, ഇപ്പൊ ഈ സ്കില്ലുണ്ട്, ഇതിന് മാർക്കറ്റിൽ ഞാൻ വേറെ കാര്യം ചെയ്യുവാണെങ്കിൽ അതിലെനിക്ക് എത്ര മൂല്യം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടാവണം എന്നുള്ള ബുദ്ധിയൊക്കെ കുറച്ച് വൈകിയാണ് ജീവിതത്തിൽ വന്നത്. പക്ഷെ വന്നു. പക്ഷെ സ്കൂളിലൊക്കെ ഇരുന്ന സമയത്ത് ഭയങ്കര ഇന്നസെന്റ് ആയിരുന്നു. അതായത് പഠിച്ചാൽ മതി, നമ്മൾ വലിയ മഹാത്മാക്കളൊക്കെ ഇങ്ങനെ പഠിച്ചാണ് വലിയ ആളായത്. അതിനും മുകളിൽ നമ്മൾ ആലോചിക്കാൻ പോയില്ല. അത് വളരെ റോങ് ഒരു കാര്യമാണ്. എന്നെയും പലരും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു സാധനമാണ് പഠിച്ച് നന്നാവാം. സംശയം ഇപ്പം പഠിച്ചാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുറച്ചും കൂടെ പഠിക്കും അല്ലേ? അങ്ങനെ പഠിച്ച് എനിക്ക് 8ാം ക്ലാസ് കൂടി മനസ്സിലാവാണ്ടായി തുടങ്ങി. പക്ഷെ അങ്ങനെ അവരുടെ ഒരു ട്രാപ്പ് ഉണ്ട് ഇവിടെ. അതായത് കുറച്ച് പ്രാക്ടിക്കലും ആവണം, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചോദിച്ചാണ് നീങ്ങുന്നത്. ഈ കാറിൽ നിന്ന് പുക വരുന്നവര് പുക വരാൻ തുടങ്ങും. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഈ സാധനം തുറക്കുമ്പോ നമുക്ക് ഇന്നൊരു ഇത് ചെയ്തിട്ട് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ അതിനൊരു തനി ഭംഗിയുണ്ട്. അതായത് നമ്മള് ഇഷ്ടത്തോടു കൂടി നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഇപ്പൊ ഒരു കാര്യം നടന്നു കിട്ടി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പ്രശ്നമായിരുന്നു, അതങ്ങ് സോൾവ് ആക്കി എന്നും പറഞ്ഞ് കിടന്നുറങ്ങുമ്പോ ഒരു ആവേശമാണ്, ഇന്ന് നമ്മൾ പൊളിച്ച് അപ്പൊ അതുണ്ടാവണം. നമ്മളിപ്പോ ഒരു ബോസ് തന്ന ജോലി, നമ്മുടെ കമ്പനിയിലെ ഒരു ജോലി, അത് എത്ര ചലഞ്ചിങ് ആണെങ്കിലും അതിലോട്ട് മനസ്സില്ലെങ്കിലും ഞാൻ ചെയ്ത് തീർത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ചൂസ് ചെയ്ത ഒരു സാധനം നമ്മളതിലൊരു ചെറിയ അച്ചീവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര കൂടുതലാണ്. ഞാൻ വേറൊരു കാര്യം, ഈ പഠിച്ച് വട്ടാകുക എന്ന് പറഞ്ഞ അല്ലെ, പഠിച്ച് വട്ടായി എന്ന് പറഞ്ഞ് ഈ പഠിച്ച് നമ്മളൊരു ഡിസ്റ്റോഷൻ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും ഡെപ്തിലാണ് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപക്ഷെ എക്സിസ്റ്റൻസിനെ പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വർക്ക് ഒരു ലെവലിൽ സ്പിരിച്വൽ ആണ് അല്ലേ? അതായത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പെയിന്റ് നീലയായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ വളരെ ഫണ്ടമെന്റൽ ലെവലിലൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ
ബാറ്റ് പിടിക്കാറുണ്ടോ? അതായത് ഇതിലൊന്നും ഒരു കാര്യമില്ല, വൈര് രണ്ടു ആൺ പിടിച്ച് കിടന്നു. ആ സമയത്ത് അറ്റത്തിന്റെ ഷേപ്പ് എന്താന്ന് ചളക്കം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു തുക്കട പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആണ്. അതുകൊണ്ടിട്ട് എന്താ പറയാ, ഇതിൽ ഭയങ്കര ഒരു ഒപ്പീനിയൻ പറയാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ ഈ പ്രശ്നം ഇപ്പൊ എന്റെ വീട്ടുകാരോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സയൻസ് പഠിക്കുന്നവർക്ക് വട്ടാവുക മച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ നീ പോയെ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു വിടും. ബിക്കോസ് എന്താ പറയാ, ഇതിപ്പോ ഏത് ജോലി ആയാലും അങ്ങനെയാണ്. ഈ ആളുകളെ കാണാണ്ടിരിക്കല് ഇപ്പൊ ഈ പോഡ്കാസ്റ്റിന് ഇങ്ങനെ പൊക്കി പറയുമല്ല, പക്ഷെ എന്താ പറയാ, ഈ ആളുകളെ കാണുക, പുറത്തിറങ്ങുക, സോഷ്യൽ ജീവിതം ഉണ്ടാവുക, ഇതിപ്പോ ഏത് ജോലി ആയാലും ഒരുപാട് വർക്കഹോളിക് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എന്റെ ഒരു കൗണ്ടർ പോയിന്റ് അതാണ്, ജീവിതത്തിൽ മറ്റും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല ഡോപ്പമീൻ കിട്ടുന്നുണ്ട്, ഒരു കാര്യം കൂടെ പഠിച്ചെന്നും പറഞ്ഞ് അങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് പോകാൻ രസമാണ്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ട വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതായത് ഇങ്ങനെ ആളുകളെ കാണാതെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറേ കാലം അങ്ങ് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഈ മറ്റു കാര്യങ്ങളും പഠിക്കണമല്ലോ. ഇപ്പൊ പുറത്ത് ജീവിക്കുമ്പോൾ ഞാൻ എല്ലാവരും പഠിക്കുന്ന പോലെ നമ്മളും പഠിക്കുന്ന ഒരു കാര്യം, എങ്ങനെ കഞ്ഞിയും കറിയും ഉണ്ടാക്കുക, എന്താ പറയാ, പാത്രം എങ്ങനെ അന്നത്തെ പാത്രം അന്നന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കൂടുമ്പോ തലവേന ഉണ്ടാവില്ല. ഇതൊന്നും എറിഞ്ഞ് നേരാക്കുന്നൊക്കെ. അപ്പൊ ഇമാതിരി കാര്യങ്ങളൊക്കെ ചിലപ്പോ ചെയ്യുന്നത് എന്താ പറയാ, കുറച്ച് നമ്മുടെ സാനിറ്റി കീപ്പ് ചെയ്യാൻ നല്ലതാണ്. അപ്പോ പഠിച്ചു വട്ടാവുന്നതെന്ന് പറയുന്നത് ആളുകൾ കൊളോക്വലി പറയുമെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമൊന്നാണ്. അതെ, ഒന്ന് നമ്മള് സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും സമയമില്ലാതെ ആയിപ്പോ. ഞാനും എന്റെ അപ്ബ്രിങ്ങിൽ ഞാനാണെങ്കിൽ കൊച്ചിലെ ഭയങ്കരമായിട്ട് കളിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം തന്നെ എന്റെ ബോഡി ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ കുറച്ച് റിക്കവർ ചെയ്യുന്നത്. കാരണം ഞാൻ പഠിച്ച് കംപ്ലീറ്റ്ലി അത് മാത്രം ചെയ്തുകൊണ്ട് എനിക്കൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. എന്റെ വേറെ പല സ്കിൽസ് ഡെവലപ്പ് ആയിട്ടില്ല. അങ്ങനെയും ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. വളരുന്ന പ്രായത്തിലാണെന്നാണ് പറയണേ. ഞാനിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ ഈ ചില സയന്റിസ്റ്റുകൾക്ക് ചില എക്സെൻട്രിക് നേച്ചർ വരാറില്ല. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ലേ? ഞാനിപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ക്വാണ്ടം കെമിസ്ട്രി പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളി പഠിപ്പിച്ച് ജർമ്മനിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി, ജർമ്മനിലൊക്കെ. മനസ്സിലല്ലേ? പുള്ളി അത്രയും അതിലോട്ടൊരു ആ ഡീപ്പ് ഫോക്കസ് വരുന്നത്. അല്ല, ജനറലി അതൊരു ജോക്കാണല്ലോ. അതായത് ഒരു നേർഡ് സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, ഭയങ്കര പഠിക്കുന്ന ആൾക്കാർക്ക് സോഷ്യൽ സ്കിൽസ് ഭയങ്കര കുറവാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു എക്സെൻട്രിക് നേച്ചർ വരും. സ്റ്റീരിയോടൈപ്പ് അല്ല, സത്യമാണ്. ഒരു ഡിഫറൻസ് നമുക്കും തന്നെ ഫീൽ ചെയ്യും. അതായത് ഇത് ആ കൂട്ടത്തിൽ നിൽക്കുമ്പോ നീ ഇല്ല, ഈ റിസർച്ച് ചെയ്യുന്നവരുടെ നടുക്ക് തന്നെ കുറെ പെറ്റി പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടല്ലേ. എന്റെ പൊന്നോ, അത് ഒരു അത് വേറെ. ഇപ്പൊ അമേരിക്കയിൽ പോയി പഠിച്ചെന്താ അത്, എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഈ നല്ലവണ്ണം ശാസ്ത്രമൊക്കെ കൈകാര്യം ചെയ്യുന്നവര് പൊതുവെ കുറച്ച് ഈ ഹയർ ബീയിങ്സ് ആയിരിക്കും. അതായത് അക്കാഡമിയിൽ ഈ പെറ്റി പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും വളരെ വളരെ ഉയർന്ന ബീയിങ് ആയിരിക്കും. ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ചാരിറ്റബിൾ ആയി തന്നെ പറയാം. അതായത് അങ്ങനെ നല്ലവരുണ്ട്. അതായത് ഈ എല്ലാ കമ്പനികളിലും നല്ല കോവർക്കേഴ്സ് ഉള്ളതുപോലെ തന്നെ അക്കാഡമിയിൽ ഒരുപാട് സഹായം ചെയ്തു തരുന്ന ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയുണ്ട്. എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ കണ്ടിങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടാൽ പഠിച്ച് ഇതാണ് പഠിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ള പോലെ തന്നെ നമുക്ക് സമയം തരാത്ത, സമാധാനം തരാത്ത സുപ്പീരിയേഴ്സ് ഇപ്പോൾ PhD എടുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബോസാണ് പോകുന്നത്. നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള പേസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ബാലൻസ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് വരും. വളരെ ഡ്രിവൺ ആയിട്ടുള്ളൊരു ബോസാണ്, നമ്മൾ അത്രയും തന്നെ ഡ്രിവൺ ആണ്, ഒരു 27 വയസ്സ് വരെ എനിക്കൊന്നും നോക്കാനില്ല ഇതല്ലാതെ എന്നുള്ളതാണെങ്കിൽ അവിടെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പേഴ്സണാലിറ്റി മിസ്മാച്ചസ് വരുന്നത് കാരണം PhD വളരെ ഡിഫിക്കൽട്ടായി പോയ ആളുകൾ നമുക്കറിയാം. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ കാര്യമാണ് അത് ഞാൻ എടുത്തത് കൊണ്ടിട്ട് അതിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല. എൻ്റെ ഒരു മനസ്സമാനം എന്താന്ന് പറഞ്ഞാൽ ഈ ഉപദേശം എനിക്ക് നേരത്തെ കിട്ടി. അതായത് കട്ടിങ് എഡ്ജിൽ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം, നീയുമായിട്ട് ജെൽ ചെയ്യുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം.
എന്ന് എന്നോട് വിവരം വെക്കുന്നതിന് മുമ്പേ ഒരാൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഒരുപാട് കിട്ടി. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ ഗവേഷണം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചോളുക. നിങ്ങളുടെ കരിയർ ലോങ് ആയിട്ടിരിക്കാനായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവാണ്ടിരിക്കാനും. അപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു കാര്യം പഠിക്കണമെന്ന് തോന്നും. പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഇത് എനിക്കൊരു ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഇത് വളരെ ബോറിംഗ് ആണ്. അതിൻ്റെ മുകളിൽ വേറൊരു തേർഡ് പാർട്ടി, വേറൊരു ഹ്യൂമൻ ബീയിങ് വന്നിട്ട് അങ്ങേരുടെ പൊളിറ്റിക്സും കൂടെ ഇരിക്കുവാണെങ്കിൽ വളരെ മിസറബിൾ ആവും ലൈഫ് വളരെ പെട്ടെന്ന്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു റിസർച്ച് ഒരു പാനലിലും ആൾക്കാരുടെ ഈഗോ പാൻഡർ ചെയ്യണം ഉണ്ട്. അപ്പൊ അതാണ് ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്രയും വിവരമുണ്ട്, നിങ്ങൾ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് ലെക്ചർ എടുക്കുന്നു, പക്ഷെ എന്റെ പൊന്നോ നിങ്ങൾ ഒരു ഭയപ്പെടുത്തുന്ന അഡ്വൈസറാണ് എന്നുള്ളൊരിത് വരും ചിലപ്പോൾ. അത് കോവർക്കേഴ്സിൽ കുറച്ച് പേര് ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കും കണ്ണ് തുറക്കുന്നത്. അതായത് മനുഷ്യന് ഇല്ല, ചില പ്രൊഫസേഴ്സ് എനിക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ ചില പ്രൊഫസേഴ്സ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. മൾട്ടിപ്പിൾ ഇയേഴ്സിൽ അവരുടെ ഇടയിൽ മൾട്ടിപ്പിൾ സൂയിസൈഡ്സ് നടന്നിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. ചില പ്രൊഫസേഴ്സൊക്കെ അവർ ഡെസിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യൂല, മനസ്സിൽ പോരാന്ന് പറഞ്ഞ് ഒരു ഹറാസ്മെന്റ് പോലത്തെ ലെവലിൽ ചെയ്യുന്ന ഭയങ്കര വൃത്തികെട്ട പ്രൊഫസേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും ഇത്രയൊരു അതാണ് ഈ വിദ്യാഭ്യാസം കാരണം അങ്ങനെ ഒരു മനുഷ്യന്റെ ബേസിക് നേച്ചർ മാറില്ല. പിന്നെ എത്ര നാളായി ഇപ്പോ നാട്ടിലേക്ക് എത്ര നാളെ ഇതിന് ശേഷം വരണേ? ഞാനിപ്പോൾ ഇതിന് മുമ്പ് വന്നത് ഒരു 2.5 കൊല്ലത്തിന് മുമ്പാണ് വന്നത്. കോവിഡ് കഴിഞ്ഞ് കുറച്ച് എൻ്റെ ഡിഫൻസിന് തൊട്ട് മുമ്പ് ഒരു പ്രാവശ്യം കോവിഡിൻ്റെ ഇടയിൽ വരാൻ തീരുമാനിച്ചു. അതൊന്നും അന്നറിയില്ല കോവിഡ് വരാൻ പോകുന്നുണ്ടെന്ന്. ടിക്കറ്റൊക്കെ നേരത്തെ മേടിച്ച് വെച്ച് ഇങ്ങനെ കൈയൊക്കെ തിരുമ്പിരുന്നതാണ്. കോവിഡ് വന്ന് ഡിലേ ആയി. പിന്നെ 2.5 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് വന്നത്, 2022. ഇങ്ങനെ കുറച്ച് ഇത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ. ഇല്ല, ഈ ഒരു ലോൺലിനെസ് ജനറലി പുറത്തു പോകുന്ന എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ലോൺലിനെസ്. അവിടെ ഇതിന്റെ എനിക്ക് പലപ്പോഴും തോന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇപ്പൊ കാനഡയിൽ പോയി എന്ത് ലോൺലിനെസ്, അവിടെ മൊത്തം മലയാളികളുണ്ട്, 4-5 പേര്. പക്ഷെ അവിടെ ഇത്ര ഡെൻസിറ്റി ആളുകളുണ്ടെങ്കിൽ, അതായത് ഡെൻസിറ്റി ഒരു വേറൊരു കാര്യമാണ്. ഇപ്പൊ ന്യൂയോർക്ക്, ഇപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ഇരിക്കും, അവിടെ ഒരു ചായക്കട കൾച്ചർ ഇല്ല അല്ലേ? നമ്മൾ വൈകിട്ട് ചായ കുടിക്കാൻ പോകും, അപ്പൊ കാണും. രാവിലെ ചായ കുടിക്കാൻ പോകും, അപ്പൊ കാണും. കുറെ കണ്ടിട്ടുള്ള പ്രശ്നമുള്ളൂ, ഇവര് കുറച്ചേരം കാണണ്ടാവും. ആ ഒരു സാധനമാണ്. ഇപ്പോ അത് ഓരോ ഇടത്ത് ഓരോ പോലെ എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ രണ്ടും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കോളേജ് ടൗൺ ആണെങ്കിൽ അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, കുറേ സ്റ്റാഫ് ഉണ്ടാവും, കുറച്ച് പ്രൊഫസർമാരുണ്ടാവും. ഇവരിൽ കുറേ പേരെങ്കിലും നന്മയുള്ളവരുണ്ടാവും. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ഒരു മെജോറിറ്റി ഒന്നുമല്ല, അങ്ങനെയും കുറച്ച് പേര് അക്കാഡമിയിൽ ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ വിളിക്കും. ഇത് എല്ലാ പ്രവാസികൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനുള്ളൊരു ചാൻസ് കിട്ടാതെ നമ്മളൊരു റിമോട്ട് ഏരിയയിൽ പോകുമ്പോൾ, ഈ ജാനെ മണ്ണില് ബേസിൽ ജോസഫിന്റെ അവസ്ഥ ആകുമ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ കുറച്ച് പാടാണ്. അത് മോസ്റ്റ്ലി ആളുകളെ കാണാണ്ടിരിക്കുമ്പോഴുള്ള കുഴപ്പം തന്നെയാണ്. ആൻഡ് അവിടെ അത് ഒത്തിരിയും കൂടെ എളുപ്പമാണ്. ഇവിടെ ആകുമ്പോൾ ഒരു ബസ് പിടിച്ചങ്ങ് കയറി കഴിഞ്ഞാൽ ചുറ്റും ആളുകളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഡെൻസിറ്റി വളരെ കുറഞ്ഞുള്ള സ്ഥലമാകുമ്പോൾ ഒരു 30 കിലോമീറ്റർ കാർ ഓടിച്ച് പോയാലേ പാല് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോൾ ചെറിയൊരു ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും നാടുമായിട്ട്. കാറ് ബ്രേക്ക് ഡൗൺ ആയി, ഇവിടെ ആണെങ്കിൽ ഒരു ബസ് പിടിച്ചല്ലെങ്കിൽ ഓട്ടോ പിടിച്ചല്ലെങ്കിൽ ഊബറിൽ വർക്കിൽ പോവാം. അവിടെ ഊബർ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതേ സീനുണ്ട്, കുഴപ്പമില്ല. ഊബർ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ സൈക്കോ കില്ലറിന്റെ വണ്ടിയുടെ ആദ്യം ബോസിനെ വിളിക്കുക, എന്നിട്ട് മാപ്പ് പറയുക, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവാണ്, ഇന്ന് ഞാൻ വരില്ല. അപ്പൊ ബോസിന് സങ്കടം വരും, അയ്യോ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. നമ്മളെ സഹായിക്കും, അവർ ഹെൽപ്ഫുൾ ആണ് ആ കാര്യത്തിൽ. അവർക്കും അറിയാം ദൈവമേ വണ്ടി കേടായാൽ വളരെ മോശം അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയും കുറച്ച് ഇതൊക്കെ നമ്മളോട് എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, കുറെ കാര്യങ്ങൾ. താങ്കളുടെ അതല്ല, അത് കഴിഞ്ഞ അമേരിക്കനെ കുറിച്ച് നമുക്കറിയണ കാര്യമുണ്ട്. താങ്കളുടെ യൂണിവേഴ്സിറ്റിയിൽ ശരാശരി എത്ര വെടിവെപ്പ് നടക്കാറുണ്ട്? അയ്യോ, ഒന്നും നടന്നിട്ടില്ല, ദൈവം സഹായിച്ചു. ദൈവമേ എനിക്ക് പേടിയാ ആ കാര്യം പറയാം. ഇത് മറ്റേ ഫുഡാ, ഇത് ടച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവിടെ അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മൾ ഈ കേൾക്കണ വാർത്തകളാണല്ലോ, അതായത് സ്റ്റുഡൻസിന്റെ ഇടയിൽ തോക്ക് എന്ന് പറഞ്ഞ അവിടെ ചില സ്റ്റേറ്റുകളിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി തോക്കെടുക്കാൻ പറ്റുമല്ലോ. അതായത് വാൾമാർട്ട് പോലുള്ള, വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിമാർട്ട് പോലത്തെ ഉള്ള കടകളിൽ ഒരു സെക്ഷൻ തോക്കാണ്. അവിടെ പോയി നമുക്ക് തോക്ക് മേടിക്കാം. ലൈസൻസ് വേണ്ടാവുന്നല്ലേ? എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെയാണ് എൻ്റെ റിസർച്ച് എങ്ങനെ പോണേ നോക്കണം.
പക്ഷേ അവിടെ കുറച്ചും കൂടെ ഇക്കാര്യത്തിൽ ഫ്രീ ആണ്. ഇവിടെ പല ഇഷ്യൂസും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നത് പോലെ അവിടെയും ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആൻഡ് അവർക്ക് അവരിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങളുണ്ട്. ആ കാര്യത്തിൽ അവർ വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിനെ പോലെയല്ല അവിടെയുള്ള അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ന്യൂസിലുള്ളത് പോലെ തന്നെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. എൻകൗണ്ടർ ബുക്ക് വല്ലതും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അതോ വല്ല റൈറ്റിംഗിലാണോ? അങ്ങനെ വല്ലോ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ ഇപ്പൊ വരുന്നുണ്ട്. ഒക്കെ കൂടി വാരി വലിച്ച് എന്തൊരു ബുക്കായി എഴുതാത്തത്? ഈ നേരത്തെ പറഞ്ഞ പോലെ തുക്കട അതിന്റെ വ്യത്യാസം എന്താ? ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതും അതൊരു ബുക്കാവണത് അതിനെ പറ്റിയൊരു ബുക്കായിട്ട് എഴുതാലോ. ഇപ്പൊ ഞാൻ സാധാരണക്കാരന്റെ ആംഗിളിലാണ് ചോദിക്കണേ. ബുക്ക് എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ ഒരു സാധനമാണല്ലോ. ഒരു 10 പേജിന് മുകളിലായ ബുക്കായില്ലേ അത്? പേപ്പർ മാത്രം പബ്ലിഷ് പൊതുവെ ഇതിന് ഇപ്പൊ പറയുമ്പോ പറയാമല്ലോ, ദൈവം ഇതോടുകൂടി ഞാൻ ഭയങ്കര മണ്ടനാന്നുള്ളത് പുറത്തേക്ക് വരും എന്നുള്ളത്. അങ്ങനെയല്ല. ഇപ്പൊ ഫീൽഡിനെ പുറത്തിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അല്ല നീ എങ്ങനെ, ഞാൻ ആ ഏജ് ഗ്രൂപ്പിലാണ് കിടക്കണേ. പക്ഷെ ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, ഒരു സയന്റിഫിക് ഗോൾ നമ്മൾ വെച്ച് അതിനെ പഠിക്കാൻ നോക്കി ഒരു കൺക്ലൂഷൻ എത്തി. ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ കുത്തിക്കയറ്റണം എന്നുള്ളത്, അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ചിലവര് ഒരു കാര്യം തറവായിട്ട് പഠിച്ച് ഒരു 10-14 കാര്യങ്ങൾ ഒരു പേപ്പറിനകത്ത് ഇടും. വേണമെങ്കിൽ അതിനൊരു ബുക്കാക്കാം, മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇപ്പൊ ഞാനൊരു പുതിയ കാര്യം പഠിക്കാൻ നോക്കുവാണ്, എനിക്കിതിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു തീസിസ് കൈ കിട്ടിയാൽ ആ തീസിസിൽ ഈ കുട്ടി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാകും. കുറച്ചുകൂടെ അവർ എഴുതാൻ സ്വാതന്ത്ര്യം തരും. നീ വേണമെങ്കിൽ ഒരു 140 പേജ് എഴുതിക്കോ. ഏത് മേഖലയിലും ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇരുന്ന് വായിക്കുമ്പോൾ 2 ഗുണമുണ്ട്. നമുക്ക് കുറേ കൂടെ ശ്വാസം വിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും. അവർ ഉപയോഗിച്ചത് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും റെഫറൻസസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത് പോയി ലൈബ്രറി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് വായിച്ചാൽ വിവരം വയ്ക്കും. പേപ്പറുകൾ ഭയങ്കര ഡെൻസിറ്റി കൂടിയ സാധനങ്ങളാണ്, കട്ടിയാണ്. അതായത് ഒരു പാരഗ്രാഫിനകത്ത് ഒരു 10,000 കാര്യം അവർ വെക്കും. ആൻഡ് ഇതിന്റെ ഒക്കെ കൂടെ ടാബ് തുറന്ന് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തലവേദന വരും. പക്ഷെ ആ ഫീൽഡിൽ ഈ കാര്യം തന്നെ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ വേഗം കാര്യത്തിലേക്ക് വന്ന ടേബിൾ വായിച്ച കൺക്ലൂഷൻ എടുത്തു. അപ്പോൾ ഈ പേപ്പർ പൊതുവെ എഴുതുന്നത് ഒരു കാര്യം പഠിച്ച് അല്ലെങ്കിൽ ഒരു 4 ഒരാൾക്ക് ഇത്ര വായിച്ചാൽ മതി എന്ന് വരുമ്പോൾ ഒരു 4 പേജ് തീരുന്ന കാര്യം ഒരു പേപ്പറായിട്ട് ഇറക്കും. അതിന് 2 കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് നേരത്തെ വേണം. ഇപ്പൊ നമ്മുടെ ലാബിൽ ഒരു അടിപൊളി കാര്യങ്ങൾ നമ്മൾ ചെയ്തു, വേറെ ആളുകൾ അതിനെ ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആദ്യം ക്രെഡിറ്റ് എടുക്കണം. നമുക്ക് ആദ്യം ക്രെഡിറ്റ് ഇപ്പൊ ഫസ്റ്റ് റിസൾട്ട് ആണെന്ന് പറഞ്ഞൊക്കെ പബ്ലിഷ് ചെയ്ത് നമ്മുടെ ഗ്രാൻഡ് കമ്മിറ്റിയോട് നമ്മൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന പൈസ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. അപ്പോ അതാണ് ഈ പേപ്പർ. ഈ ഒരു സംഭവം ക്രെഡിറ്റ് മോഷണം, അതായത് ഞാൻ ചെയ്ത പണിയുടെ ക്രെഡിറ്റ് വേറൊരുത്തർ എടുക്കുക എന്നുള്ള മനുഷ്യരുടെ കാര്യമല്ലേ. എല്ലായിടത്തും എല്ലാ പോലെയും മനുഷ്യർ ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എഡിസനെ പറ്റി അങ്ങനത്തെ ഒരു ഇതല്ലേ, അതായത് ടെസ്ല നടത്തിയ പരീക്ഷണങ്ങളുടെ ക്രെഡിറ്റ് അങ്ങനത്തെ. വിക്കിപീഡിയയിൽ പോയി നോക്കിയാൽ ആർട്ടിക്കിൾസ് ഇതിനെ കുറിച്ചുണ്ട്. ഹിസ്റ്ററിയിൽ എത്ര പ്രാവശ്യം എങ്ങനെ റോങ് ആയിട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ അടുത്ത് ഞാനൊരു നമ്മള് റീൽസ് കാണുന്ന വിദ്യാഭ്യാസമുള്ള, അതായത് ബൾബ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് വേറെ ഒരു ഫ്രഞ്ച് ജോസഫ് സ്വാൻ ഫ്രഞ്ചാണോ എനിക്കറിയാം. അവരെന്നിട്ട് ആ പാറ്റന്റ് വിറ്റത് അങ്ങനെയാണ്. എത്രയുണ്ട് പൗണ്ടിന് അങ്ങനെ ഒരു റീല് ഞാൻ കണ്ടു. ഇപ്പൊ DNA കണ്ടുപിടിച്ച ആളുകളായിട്ട് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, അവരുടെ ലാബിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, റോസലിൻ ഫ്രാങ്ക്ലിൻ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പുള്ളിക്കാരത്തി ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ച് ഇതേ ക്വസ്റ്റിന്റെ ഉത്തരം ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇവര് കുറച്ച് ആ സമയം വേറെ ആയിരുന്നത് കൊണ്ടിട്ട് സ്ത്രീയായ ഒരു ലേഡിയെ കുറച്ച് കളിയാക്കലും ഹരാസ് ചെയ്യലും ഒക്കെ കുറെ കൂടുതലായിരുന്നു. ഇവര് മാത്രമല്ല, ലൈനസ് പൗളിംഗ്, ഇവരുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അവർ അന്ന് എഴുതിയത് ഭയങ്കര ആഘോഷിച്ചാണ് എഴുതിയത്. ഡബിൾ ഹെലിക്സ് എന്നാണ് ഇതിന്റെ പേര്. ഡബിൾ ഹെലിക്സ് പേര് അങ്ങനെയാണ്. കുഞ്ഞു പുസ്തകമാണ്, വായിക്കാൻ. ഈ 2 കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും എഴുതിയ പുസ്തകമാണ്. വാട്സൺ മാത്രമാണ് എഴുതിയെന്ന് തോന്നുന്നു, ക്രിക്കുണ്ട്. പക്ഷെ അവര് ബേസിക്കലി ഈ
2 ചള്ളു പിള്ളേർ കുറച്ച് വിവരമുണ്ട്, അവരൊരു ലാബിൽ വർക്ക് ചെയ്യുകയാണ്, ഇങ്ങനത്തെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ കുറേ കുറ്റം പറയും, ആ ലാബിലെ കുറേ ഇൻറ്റേർണൽ പൊളിറ്റിക്സിനെ പറ്റി പറയും. എന്നിട്ട് ഇവർ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഉത്തരം അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് കമ്പി കിട്ടും. ലൈനസ് പൗളിംഗ് അക്കരെ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങേര് ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. അപ്പോൾ അങ്ങേര് കൈ വെച്ച കാര്യങ്ങൾക്കൊക്കെ അങ്ങേര് 1 മാസം 2 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇവർ ഡെസ്പാവും, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് അങ്ങേര് തുടങ്ങി അങ്ങേരിനി നമ്മളെ തോപ്പിക്കും, ചെയ്തിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഇവർ മദ്യപിക്കാൻ പോകും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അവർ തീരുമാനിക്കുക എന്നാലേ നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വായിക്കാൻ ഒരു രീതിയിൽ നോക്കിയാൽ ഇൻസ്പയറിംഗ് ആണ്. ബിക്കോസ് ഒരു സാധാരണ തുക്കട 2 പേര് ഒരു വലിയ കണ്ടുപിടിച്ചതിൻ്റെ കഥയാണ്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ തന്നെ അവസാനം ഇപ്പോഴുള്ള കോപ്പികളിൽ, ഞാൻ വായിച്ച കോപ്പിയിലും ഉണ്ടായിരുന്നു, ഈ എഴുതിയ വാട്സൺ അങ്ങേരുടെ കുറ്റബോധം പറയുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഈ റോസലിൻ ഫ്രാങ്ക്ലിന് നല്ലൊരു കോവർക്കർ ആവണമായിരുന്നു, ഞങ്ങൾ ക്രെഡിറ്റ് ഷെയർ ചെയ്യണമായിരുന്നു. അപ്പം അത് അന്ന് കൾച്ചർ മോശമായിരുന്നു, ഇന്ന് കുറച്ച് ആ എവല്യൂഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ആ സ്ത്രീ ഒട്ടും ലെസ് ബ്രൈറ്റ് ആയിരുന്നില്ല ഇവരെക്കാളും. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ലേഡി എക്സേർട്ട് ചെയ്തതിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം ഏർലി മരണം വരും അവർക്ക്. അപ്പോൾ അതും ഇവിടെ ഒരു ട്രാജഡിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും നമ്മൾ എന്തിനാ ക്രെഡിറ്റ് മോഷണത്തിനെ പറ്റി. അപ്പൊ ഇതൊരു ക്രെഡിറ്റ് മോഷണത്തിന്റെ ഒരു പർട്ടിക്കുലർ എനിക്ക് വളരെ സങ്കടം തോന്നി. ഇപ്പൊ ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ആവേശം പിടിച്ച് വായിച്ചു, അവസാനം ഇത് വായിച്ചപ്പോഴത്തേക്ക് മോശമായിപ്പോയി, അങ്ങനെ എന്തൊരു ട്രാജഡിയാണ് എന്നുള്ളൊരു നമുക്ക് വന്നു. അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട്, ഇത്രയും വലിയ ലെവലിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരാള് നമ്മൾ ചെയ്യുന്ന അതേ റിസർച്ച് പാരലലി മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ എഴുതിയത് വേറൊരാള്. അല്ല പാരലലി നടക്കണില്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ മുമ്പ് ഒരാൾ ഈ ബൾബ് ഒരു 5 പേര് ഒറ്റ സമയത്ത് കണ്ടുപിടിച്ച് കാണും. എഡിസൺ ആയിരിക്കും ഏറ്റവും നല്ല മാർക്കറ്റിംഗ്. അല്ല, ഇതിനെ കുറച്ചും കൂടി യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റിയത് ആളാണ്. ആദ്യത്തെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവം. നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്ത് നമ്മളെക്കാൾ മുമ്പ് ഒരാൾ പബ്ലിഷ് ചെയ്തുവെങ്കിൽ പൊതുവെ അവരുടേതായിരിക്കും ആ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ അവരുടേതായിരിക്കും ആ ഒറിജിനൽ മെഷർമെന്റ്. നമ്മളുടെ ഒരു കൺഫർമേഷൻ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ ഞാൻ വേറെ കാര്യം കിട്ടും, ഇതിന് ഫണ്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ഇത്ര റിസർച്ച് ചെയ്തതിന് ഫണ്ട് ചെയ്തവരുടെ അടുത്ത് നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റിയില്ല എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരങ്ങളും വരേണ്ടി വരും. ഇത് വളരെ ശരിയാണ്. എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കരിയറിൽ ഫണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത്. അതായത് നീ ഉഴപ്പിയതുകൊണ്ട് വൈകിന്നോ അങ്ങനെ ബൾബ് കണ്ടുപിടിച്ചു സാറേ, ഇന്നലെ കണ്ടുപിടിച്ചേ കൊണ്ട് കളയുടെ വേറെ ചെക്കനോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരുത്തം വന്നിരിക്കുന്നു ബൾബായിട്ട് കൊണ്ടുപോടാ. ഞാൻ സ്വിച്ച് എന്നിട്ട് പക്ഷെ ഇവിടെയാണ് നല്ലൊരു പ്രോബ്ലം പിക്ക് ചെയ്യുന്നത്, അതിലൊരു ലീഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു പ്രോബ്ലം കാണുമ്പോ പണ്ടൊക്കെ അയ്യോ ഡെസ്പ് പ്രോബ്ലം ആണല്ലോ, ഇന്നൊരു പ്രോബ്ലം കാണുമ്പോ ഹായ് ഇതിനൊരു സാധ്യതയുണ്ടല്ലോ പ്രോബ്ലം. ആരെങ്കിലും ഇതിനൊക്കെ പൈസയൊക്കെ ചോദിച്ച് ഇതിന് പഠിക്കുമായിരിക്കും അല്ലേ എന്നും പറഞ്ഞത് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ഈ കരിയറിന്റെ ഒരു ഗുണമെന്നും പറയാം ദോഷമെന്നും പറയാം. ഈ പറഞ്ഞ പോലെയാണ്, പഠിച്ച് വട്ടായിട്ടുണ്ടോ എന്ന് പഠിച്ച് വട്ടായ ആളോട് ചോദിച്ചാൽ അയാൾ എന്തായിരിക്കും പറയാ എന്നുള്ളതൊരു ചോദ്യമാണ്. നമുക്ക് ഇതൊരു സാധനം സുദർശന്റെ ഒരു വളരെ ലോകവിവരമുള്ള ഒരു വ്യക്തിയാണ് സുദർശൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വേറെ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കേണ്ട ആളാണ്, പക്ഷെ ഫസ്റ്റ് കണ്ടന്റ് വരുന്നത് വിറ്റോക്സിലാണ്. ഇന്റർനെറ്റ് ഇരുന്ന് വായിച്ചിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പൊ സുദർശൻ ഇങ്ങനെ നമ്മൾ ഞാൻ പണ്ടാണെങ്കിൽ ഡീകോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സോഷ്യൽ ഇഷ്യൂസ് അല്ല, നമ്മളിപ്പോൾ അർബൻ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതൊരു തമാശ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തപ്പം അന്ന് എനിക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ആർട്ടിക്കിൾസും, ഇന്നും എനിക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ആർട്ടിക്കിൾസും അയച്ചു തരുന്ന ഒരാളാണ് സുദർശൻ. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എനിക്ക് ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു ഭയങ്കര ആ ആർട്ടിക്കിൾ ഭയങ്കര അടിപൊളി ആർട്ടിക്കിളാണ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളന്ന് ട്രാൻസ്പോർട്ടേഷനെ പറ്റി സുദർശൻ പറഞ്ഞ സാധനം, ട്രാഫിക്കിനെ പറ്റി സുദർശൻ പറഞ്ഞ സാധനമാണ് ഡൗൺസ് തോംസൺ പാരഡോക്സ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി 2ാമത്തെ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അല്ല, അത് ഞാൻ പറയണമല്ലോ. അത് ഇപ്പോൾ പൊതുവേ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറയുന്ന ആളുകൾ, എനിക്കൊരു ചെറിയൊരു പേഴ്സണൽ അഭിമാനം തോന്നിയിട്ടുള്ളൊരു കാര്യം,
കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് ഈ ഒരുപാട് M.Tech എടുത്തിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും, എന്താ പറയുക, PhD എടുത്തിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവരുടെ ഈ ജ്ഞാനം കൊണ്ട് അവർ ശരിക്ക് മലയാളം ട്വിറ്ററിലും മലയാളം ഫേസ്ബുക്കിലും ഒക്കെ നല്ലവണ്ണം ആർഗ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ IIT-യിലാണെങ്കിലും പുറത്തായെങ്കിലും അതൊരു നല്ല സംസ്കാരമാണ്. അതായത് ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു കമന്റിൽ നമ്മളിങ്ങനെ കാണും, ഇങ്ങനെ ഡൗൺസ് തോംസൺ പാരഡോക്സ് എന്നൊരു സാധനമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ട് വരൂ, അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ ശരി നമുക്കിതിനെപ്പറ്റി വായിച്ചു നോക്കാം. അതൊരു ഹാപ്പി റാബിറ്റ് ഹോൾ ആവും. നമ്മൾ കുറേ സമയം അതിനെപ്പറ്റി വായിക്കുമ്പോൾ ഒരു വിവരം കിട്ടും, ഒരു രസമാണ്. നമ്മൾ ഇതിലിപ്പോൾ എനിക്ക് എൻ്റെ ജോലിയായിട്ട് ബന്ധമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ വായിക്കും. ഒരു കാര്യം അതാണ് പൊതുവേ പറയാനുള്ളത്, ഇത് ഇൻ്റർനെറ്റ് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആൻഡ് അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് നമ്മുടെ റാബിറ്റ് ഹോള്. നമ്മുടെ റാബിറ്റ് ഹോൾ ഒരു ഗ്ലോറി ഹോളാണ്. അപ്പോൾ നമ്പറുകളുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അയ്യോ കുടുങ്ങിയിരിക്കുവാണല്ലോ എന്ന് പറയുന്നതിനേക്കാളും എങ്കിൽ ശരി പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിനുള്ള ആരെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, അവരുടെ വർക്ക് പബ്ലിക് ഡൊമൈനിൽ ഫ്രീ ആയി കിടക്കുന്നുണ്ടോ, അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവൂല മിക്കവാറും. ഇപ്പം എൻ്റെ ഫീൽഡ് അല്ലാത്തൊരു കാര്യം വായിച്ച് പോകുമ്പോൾ എനിക്കൊരു തേങ്ങ മനസ്സിലാവില്ല. പക്ഷെ അത് നമ്മൾ ഡെസ്പാവണ്ട, അതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം കയ്യിൽ സമയം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇരുന്ന് വായിക്കാമല്ലോ, ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാം. പിന്നെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളോട് പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് പൊതുവെ മലയാളികളുടെ ഇടയിൽ നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞു തന്നിട്ടുണ്ട്. ട്വിറ്ററിലല്ല, പേഴ്സണൽ ലൈഫിലായാലും അവർക്ക് ഇങ്ങനെ ഈ സ്വഭാവമുള്ള കുറേ പേര് ഈ അക്കാഡമിയിലുണ്ട്. ആൻഡ് അവരുടെ ഫീൽഡ് ആയിരിക്കാം, ചിലപ്പോൾ ആവാതിരിക്കാം. 80% ആൾക്കാർ 6 മണിക്ക് മുമ്പെയാണ് എഴുതേക്കുന്നത്. അപ്പൊ ഈ സ്നേഹം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അത് ആളുകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. നമ്മള് ഈ റിസർച്ചിന്റെ ഇടയ്ക്ക് എനിക്ക് സുദർശൻ അയച്ചു തന്നൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് കേരളത്തിൽ മദ്യപാനത്തിനെ പറ്റി. അതായത് നമ്മുടെ ഒരു അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ ജനറലി നമ്മൾ എല്ലാ വർഷവും വായിക്കുന്ന ഒരു ന്യൂസാണ്, ഓണത്തിന് മെയിനായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വർഷവും മലയാളികൾ ഇത്ര കോടി കടിച്ചു. അതിപ്പോ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു മത്സരമാണ്. എനിക്ക് വല്ല ചാലക്കുടി ആദ്യമായിട്ട് ചാലക്കുടി കണ്ട് കഴിഞ്ഞ ക്രിസ്മസിന് കണ്ട് ഫസ്റ്റ് അടിച്ചു. അത് ജോൺ മേടിച്ച ഒരു ക്വാർട്ടർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി അങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ പോലെ. പക്ഷെ ഞാനും ഈ പറഞ്ഞ പോലെ എന്റെയും ധാരണ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കള്ളുകൂടി നടക്കുന്ന സ്ഥലം കേരളമാണ്. ആദ്യത്തെ 10 നമ്മളില്ല. ഈ മില്ലി വെച്ച് കണക്കെടുത്താല് അത് ഈ ഫാമിലി ഹെൽത്ത് സർവേ എന്നെങ്ങാണ്ട് ഒരു സംഭവം കേന്ദ്ര സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. അവർ സ്റ്റേറ്റ് വൈസ് എത്ര ഇപ്പൊ 15 തൊട്ട് 27 വരെ, എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സർവേയിലൂടെയുള്ള ഡേറ്റ ആളുകൾ എടുത്തിട്ടുണ്ട്. ഈ സർവേ ഉള്ളത് ആധികാരികമാണോ, എല്ലാവരോടും ചോദിക്കേണ്ടത്. അവിടെയൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. സർവേ എന്നുള്ളത് ഒരു സാമ്പിൾ ആയിരിക്കും, ആ സാമ്പിൾ എത്ര കൃത്യമാണ് എന്നുള്ളതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പോൾ വിറ്റ് തീരുന്ന മദ്യത്തിന്റെ മില്ല് കണക്കുണ്ട്, എത്ര കുടിച്ചു എന്നറിയാൻ, എത്ര വിറ്റ് തീർന്ന മദ്യത്തിന്റെ വിലയുണ്ട്, എത്ര ചെലവായെന്നറിയാൻ. വിലയുടെ കാര്യം നോക്കുവാണെങ്കിൽ കേരളം ഒരു നല്ല കൺസ്യൂമർ ഫ്രണ്ട്ലി സംസ്ഥാനമാണ്. ആളുകൾക്ക് ടേസ്റ്റ് ഉണ്ട്, അവർ മുന്തിയ മദ്യമേ കഴിക്കുള്ളൂ. അപ്പോൾ വിലയുടെ കാര്യം എപ്പോഴും പറയും, ഇത്ര കോടി രൂപയുടെ മദ്യം മലയാളി കുടിച്ചു. കുപ്പിയുടെ വില കൂടുതലാണ്. കുടിച്ച അളവ് നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് കൂടിയൊക്കെ ഉണ്ട്. നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹമാണ്. പക്ഷേ എന്താ പറയാ, ഇന്ത്യയിലെ നമ്പർ 1 കുടി ഇവിടെയാണോ നടക്കുന്നത്? അല്ല. എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുടി കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അവഗണിക്കണം. ഇവിടെ സിറോസിസിന്റെ എണ്ണം ഇല്ലേ, എന്താ പറയാ, അതൊക്കെ അതും അതിന്റെ വഴിക്ക് നടക്കണം. പക്ഷെ എന്താ പറയാ, ഈ പൊതു ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അതായത് ഒരു ബോറടിയുടെ പുറത്ത് ഞാനിതങ്ങ് നോക്കിയതാണ്. എന്നാ ഇത് ഇത്ര ഭയങ്കര ഡെസ്പാണല്ലോ, നമ്മളിങ്ങനെ മലയാളികൾ ഭയങ്കര കുടിയന്മാരാണെന്നാണല്ലോ ഇരിക്കുന്നത്, നമുക്കൊന്ന് നോക്കിക്കളയാന്നും പറഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് ഇതിലൊരു വ്യത്യാസം ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് ഇവനോട് ഞാൻ ഉടനെ അയച്ചു, ആശാനെ ഇത് വല്ലതും അറിയാമായിരുന്നു. നമ്മുടെ മലയാളികളിൽ വെള്ളമടിക്കുന്ന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി കാരണമാണെന്നാണ് ഒരു കൺസേൺ ഉള്ളത്. പക്ഷെ ഒരു കാര്യം, ഇതിങ്ങനെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സൂപ്പർ കഞ്ചാവാണ്. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു ന്യൂസ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ വായിച്ചിട്ട് ദേഷ്യം പിടിച്ചു, ഞാൻ ഒരാളുമായിട്ട് തല്ലുണ്ടാക്കി എന്ന് പറയുന്നതും
എനിക്ക് എന്തായാലും ഗൂഗിൾ സ്കോളർ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചൊക്കെ ട്രെയിനിങ് ഉണ്ട്. ഒരു MTech എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ ഒരു MSc എടുത്തിട്ടുണ്ടെങ്കിൽ അത്. ഇതിനെക്കുറിച്ച് ഒരു 2 പേപ്പർ ഞാൻ വായിച്ചു നോക്കാം എന്ന് നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ തല്ലി പിടിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് ബെറ്റർ ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു സംഖ്യ ഞാൻ കണ്ടു, ഇത് ശരിയാണോ, ഇതിൽ അപ്പോൾ ആ ഒരു നമ്മൾ സംസാരിക്കുന്നത് കുറച്ചും കൂടെ കാമായി സംസാരിക്കുക. ഒരു പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ആലോചിക്കുക. പോയിന്റ് സ്കോർ ചെയ്യാൻ നിൽക്കണ്ട. പൊതുവെ ഈ തല്ലുപിടുത്തം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉപയോഗിച്ച് ഒരു പോയിന്റ് അങ്ങ് സ്കോർ ചെയ്യാൻ നടക്കുക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്, സയൻസിലും ഉണ്ട്. പൊതുവെ അത് നമുക്ക് എന്തോരം അറിഞ്ഞുകൂടാന്നുള്ളത് നമ്മൾ മനസ്സിലായി വരുംതോറും നമുക്കൊരു വിനയം വരും, നമുക്ക് നമ്മുടെ വിവരക്കേടിനെ കുറിച്ച് തന്നെ ഒരു ബോധം വരും. അപ്പൊ നമ്മൾ തർക്കിക്കുമ്പോഴും അതിനൊരു സൗമ്യത ഉണ്ടാവും. പറഞ്ഞു വരുന്ന പോയിന്റ് മലയാളികളുടെ വെള്ളമടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ കുടിക്കുന്ന മദ്യത്തിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ മലയാളികൾ കൂടുതൽ കുടിയന്മാരാവുകയല്ല, മലയാളികൾ ആക്ച്വലി കുറവ് കുടിയന്മാരും കൂടുതൽ അടിയന്മാരും ആവുകയാണ് ഈ ഒരു അവസ്ഥ. ഇതിനെ എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ, ബിക്കോസ് എന്റെ കയ്യിൽ ഇതിലുള്ള ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ വിവരമുള്ളവരുടെ ക്വാളിറ്റിയാണ്. ഞാൻ ഈ ആദ്യത്തെ 10 എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ തന്നെ ഒരു പേപ്പർ എഴുതിയായിരുന്നു. ഇവരില്ലെങ്കിലും നല്ലപോലെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തള്ളു. സുദർശൻ കുറച്ചു നേരം മുമ്പേ പറഞ്ഞാലും സുദർശൻ ട്വിറ്റർ ഒക്കെ വിട്ടു. കാരണം ട്വിറ്റർ വിട്ടപ്പോൾ മനസ്സിലൊരു ക്ലാരിറ്റി, അതായത് ഈ സോഷ്യൽ മീഡിയ ഇതൊരു വളരെ ഡിഫറെൻറ്റ് ഡിസ്കഷനാണ്. പക്ഷെ എന്നാലും പറയാം, ഈ മൊബൈൽ ഫോൺ പൊതുവെ ഈ എല്ലാവരെയും പോലെ ഇപ്പം നീയും ഉപയോഗിച്ച് കാണുമല്ലോ, ലോക്ക്ഡൗൺ വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാവരും ഫോണിൽ തന്നെ കുത്തിയിരിക്കുമായിരുന്നു, ഞാനും ഫോണിൽ കുത്തിയിരിക്കുമായിരുന്നു. എനിക്ക് നല്ലവണ്ണം വലിയ ലോങ് ഫോം ആർട്ടിക്കിൾസ്, പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള നല്ല അറ്റൻഷൻ സ്പാൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു കോവിഡ് കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക് എത്തിയപ്പോൾ ഈ ഇതിലിരുന്ന് ഈ ഷോർട്ട് വീഡിയോ കണ്ട് ട്വിറ്ററിൽ കയറി ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നതും ഇങ്ങനെ പൊതുവേ ഒരു ഇറിറ്റേഷൻ ഇങ്ങനെ വരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തർക്കമാവുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ഉണ്ടായി. അപ്പോൾ ഇതിന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുറച്ച് വെയിൽ കൊള്ളണമെന്ന് പഠിച്ചു, പുറത്ത് പോകണമെന്ന് പഠിച്ചു, ലോക്ക്ഡൗൺ ആയിട്ട് ഏത് നേരത്തും ഉള്ളിൽ ഇരിക്കരുതെന്ന് പഠിച്ചു. പക്ഷേ ഈ ട്വിറ്റർ പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇതിൽ നമ്മളെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ചിലപ്പോൾ അറിയില്ല. ശരിക്കും അത് ഇവര് ടൈറ്റിലൊക്കെ ഇടുമ്പോഴും ഇപ്പൊ നമ്മളെല്ലാവരും അൽഗോരിതം യൂസ്, ഇപ്പൊ നിങ്ങൾ ചാനൽ നടത്തുന്നു, നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട് പേജിൽ എത്തണം, എല്ലാവരും കാണണം, എന്നാലേ നിങ്ങളുടെ ചാനൽ മുമ്പോട്ട് പോവുള്ളൂ. അതിനുള്ള ഒരു കുറുക്ക് വഴി എന്താണ്, കുറച്ച് എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക, ആളുകളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ. അപ്പോൾ അതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതെനിക്കും ഈ പ്രശ്നമുണ്ടായി. ഈ ഹെഡ്ലൈൻ കണ്ട് ഇങ്ങനെ ക്ഷോഭിച്ചിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടായി. അത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട്, പുള്ളി ന്യൂസ് കണ്ടില്ലേ ഈ ജീവിതത്തിൽ കുറച്ചുകൂടെ ശാന്തനാവുന്നു. സത്യം അല്ലെ, പുള്ളി ഈ ന്യൂസ് കണ്ടിട്ടുള്ള കലിപ്പിലാണ് ജീവിതം മൊത്തം നിൽക്കണം. ആരാടാ ഇന്ത്യയിലോട്ട് ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മറ്റേ സാധനല്ലേ ന്യൂസ് ചാനൽ, ഓരോ ബ്രേക്കിംഗ് ന്യൂസ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ അല്ല, ന്യൂസ് അങ്ങനത്തെ ന്യൂസ് മാത്രമേ കാണിക്കുള്ളൂ. ആരെങ്കിലും കിഡ്നാപ്പ് ഇവിടെ നടന്നത് ഇത്ര കൊലപാതകം, ഇത് കണ്ടിട്ട് ഉറക്കം വരുമോ? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം മറ്റേ ഒരു കുട്ടീനെ റീസെന്റ് കൊല്ലത്തിൽ നിന്ന് എന്തോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയില്ലേ, ലൈവ് ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ. അച്ഛനൊന്നും രാത്രി കിടന്ന് ഉറങ്ങണല്ലേ, ഈ കുട്ടിക്ക് എന്തായെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ ഒരു പേരന്റൽ കൺസേൺ കൂടിയാണ് അവിടെ. അതാണ്. അപ്പൊ ഒരു നാട്ടിൽ ഒരു കുട്ടിയെ കാണാതെ പോയി, അയൽവക്കത്തെ ഒരു കുട്ടിയെ കാണാനില്ല എന്നാണ് നമ്മൾ അറിയുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക? അത് തന്നെയായിരിക്കും ടി വിയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ എംപതി അവിടെ വരികയാണ്. പക്ഷേ ഇതിനെ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ദിവസവും കവർ ചെയ്യുന്നതും, ഒരു ദിവസം 4 പ്രാവശ്യം ഒരു ന്യൂസ് വരുമ്പോൾ അതിനുള്ള അപ്ഡേറ്റ്സ് വരും, അതുവരെ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നിരിക്കുന്നതും എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു വ്യത്യാസം അവിടെ ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്വിറ്ററിൽ ഇരിക്കുവാണെങ്കിൽ മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള കപ്പാസിറ്റി അല്ലേ ഒരു ദിവസം ഉള്ളൂ. മനുഷ്യർ അവിടെ ആറ്റത്തിന്റെ ചളുക്കം കണ്ടുപിടിക്കണം. വേറെ എന്തൊക്കെ പാത്രം കഴിയണം, എന്തൊക്കെ പണി നടക്കുന്നു. സുദർശന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു 2-3 വർഷം മുമ്പേ സുദർശൻ ഈ പട്ടിയുടെയും പൂച്ചയുടെയും റീലൊക്കെ കാണുമ്പോൾ കരിയുമ്പോൾ അയ്യേ ഇത് മണ്ടന്മാര് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് സമാധാനമുണ്ട്. ഇന്റർനെറ്റിൽ പല നല്ല കാര്യങ്ങളും കിടക്കുന്നു. പൂച്ച മറ്റേ ഫോയിൽ പേപ്പറിൽ ചാടുന്ന സാധനം നമ്മൾ കണ്ടില്ല, അത് അടിപൊളിയല്ലായിരുന്ന. പൂച്ച ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ചാൽ പൂച്ച പേടിച്ച് ഫോയിലേക്ക് ചാടി കഴിഞ്ഞാൽ എന്തോ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പൂച്ചക്ക് പേടിയാന്നുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ വെള്ളരിക്ക പൂച്ചയുടെ പുറകെ വെച്ച് പൂച്ച പേടിപ്പിക്കുന്നത് അത് പെട്ടെന്ന് കണ്ടിട്ട് ചാടി നീന്തല്ലേ. പക്ഷെ ഇപ്പൊ ഈ പ്രകൃതി ഇപ്പൊ മീൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമായോണ്ട് പറഞ്ഞാണ്. ഞാൻ എന്റെ ചേട്ടനും ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പൊ ഈ പണ്ടൊക്കെ ഈ ന്യൂസ് ഇത് കണ്ടോ എന്നും പറഞ്ഞ് അവൻ എനിക്ക് അയച്ചു തരും, ഞാൻ അവനും അയച്ചു കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നങ്ങ് തീരുമാനിച്ചു പേടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷനായി അല്ലെങ്കിൽ വറി ചെയ്തിരിക്കും. ഇപ്പോൾ കുഴി ഒഴിച്ച് അതിൻ്റെ അകത്തിരുന്ന് ഒന്നും പഠിക്കാണ്ടിരുന്നാലും ഒന്നും ബുദ്ധിയും വെക്കാൻ പോകും, അതും മോശമാണ്. ന്യൂസ് കേൾക്കണം, കാണണം. പക്ഷേ എനിക്ക് ഈ ബ്രേക്കിംഗ് ഈ 24 hours വിട്ട് ഇങ്ങനെ പെരുപ്പിക്കുന്നത് ആരോഗ്യകരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിർത്തി. എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ എനിക്ക് ടെൻഷൻ കുറഞ്ഞു. ഈ ട്വിറ്റർ ഞാൻ ലാപ്ടോപ്പിലോട്ട് മാത്രം മാറ്റി, ഫോണിൽ നിന്ന് മാറ്റി. അപ്പോൾ ഈ ഫോണാണ് വേറൊരു കാര്യം. ഇത് പണ്ടാരെ എവിടെ പോയാലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതിലിങ്ങനെ നോട്ടിഫിക്കേഷൻ കുറേയൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക, ഇതങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ എന്ത് പറ്റി, കുറച്ച് ഈ പഴയ പോയ അറ്റൻഷൻ സ്പാൻ ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഇതെല്ലാം ഞാൻ ശരിയാക്കി എന്നല്ല പറയുന്നത്, ഒരല്പം ബെറ്ററായി. അപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. അതായത് ഇത് നമ്മളടുത്ത് ആരും ഒരു പെർമിഷനും ചോദിച്ചില്ല, ഇത് ഇങ്ങനെ അങ്ങ് ആയി. എന്നിട്ടിപ്പോൾ ഞാൻ ആർട്ടിക്കിളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതിന് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ തലേന്ന് പോവും. ആൻഡ് ഈ തർക്കങ്ങൾ കുറഞ്ഞു. നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയി. മൊബൈലില് ബുക്ക് വായിക്കും, ഇപ്പൊ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും ഇടയ്ക്കുന്ന ഇൻസ്റ്റാഗ്രാം എടുക്കാൻ തോന്നുന്നു. ഞാൻ അവിടെ കുറച്ച് നേരം കഴിയുമ്പോ നമ്മള് വിചാരിക്കും ഒരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ ഇൻസ്റ്റയിലില്ല. അത് ഞാൻ എന്റെ അടുത്ത് ഒരുത്തം പറഞ്ഞു, ഇത് കേറിയില്ലെങ്കിൽ കുറച്ച് മനസ്സമാധാനം ഉണ്ടാവുന്ന നേരത്തെ. എനിക്ക് ലക്കി ആയി തോന്നി. കേറിയവര് പിന്നെ എന്നോട് പറഞ്ഞു കേറാത്ത നന്നായി, കേറണ്ട. ഇല്ല, ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഒരു മിസ് കോള് റിപ്ലൈ അയക്കാൻ വേണ്ടിയായിരിക്കും ഫോൺ എടുക്കും. പക്ഷെ ഞാൻ ഫോൺ എടുത്ത് അറിയാതെ ഇൻസ്റ്റ തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് എന്റെ ട്വിറ്ററിന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. വെറുതെ അറിയാതെ നമ്മള് സാധനത്തിലോട്ട് പോകും. വേറെ എന്തെങ്കിലും നമ്മൾ എന്തിനാണ് മറന്നുപോയല്ലോ. അതിന് കുറെ പേര് ചെയ്തിട്ടുള്ള റീലുണ്ട്, ചിരിച്ചിട്ട് ഇടാന്ന് നോക്കിയിടാന്ന് പറഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു ആക്സിഡന്റ് ആംബുലൻസ് വിളിക്കാൻ പോകണ്ടെടുത്തതാ. അത് ശരിക്കുള്ളൊരു സംഭവം. നമ്മള് വേറെ എന്തെങ്കിലേക്ക് ഒക്കെ പോകും, കാര്യങ്ങൾ വിട്ടുപോകും. ഇതിൽ കുറച്ച് ഒരു അഡിക്ഷൻ ന്യൂറോ സയൻസ് ഉണ്ട്, ഉണ്ടായിരിക്കും ഉറപ്പായിട്ട്. അതിന് വല്ല പരീക്ഷണത്തിന് വേണമെങ്കിൽ എന്നെ എടുത്തു. ഇല്ല, ഇത് ചളങ്ങിയിരിക്കണം ജോണിന്റെ കുട്ടിയുടെ സൈഡ്. അത് റീല് കണ്ടു പോയതാണ്. ഞരമ്പ് രോഗം എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അത് രണ്ട് അർത്ഥത്തിലും ഇൻസ്റ്റയില് ശരിയാ, ഞരമ്പ് രോഗം തന്നെയാണ് ഇൻസ്റ്റയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ന്യൂറോ സയൻസിലും നല്ല കഴപ്പൻ സയൻസിലും ഞരമ്പ് രോഗം തന്നെയാണ്. പക്ഷെ ഇത് എന്താ പറയാ, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുറെ പേരും ഇതുപോലെ തന്നെ അവരെ പാരലൽ റിയലൈസേഷൻസ് ഉണ്ടായി. നിങ്ങൾ ആൾക്കാരും കാണാനില്ല, അപ്പൊ ഇൻസ്റ്റയില് കുടുങ്ങിപ്പോവും. തല്ലുപിടിക്കൽ ഭയങ്കര ഈസിയായി. ആൻഡ് പിന്നെ യൂട്യൂബിലായാലും ശരി, ഇപ്പോൾ തംബ്നെയിൽസ് വരുമ്പോൾ ഞാൻ ആ ഹോം പേജ് കയറുന്നത് മാറ്റി വെച്ചിരിക്കുവാണ് ഇപ്പോൾ. അതായത് എൻ്റെ സബ്സ്ക്രിപ്ഷൻസ് ആണ് ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ നമുക്ക് മുമ്പേ വരും. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മൾ കാണുന്ന ന്യൂസിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വലിച്ചങ്ങ് നമുക്കൊരു സാധനം ഒരു 50 മില്യൺ വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലി നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അത് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് അറിയാൻ കൂടെ ചെയ്യാത്ത ഒരു ആർഗ്യുമെന്റ് ട്വിറ്ററിൽ നടക്കുന്നുണ്ട്. ഇതൊരു 2 കൊല്ലം മുമ്പത്തെ കാര്യം. ഞാൻ ആ ആപ്പ് തുറന്ന് നോക്കുന്നവരെ എനിക്ക് ഇങ്ങനെ ഒരു തല്ല് അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇത് തുറന്ന് നോക്കുമ്പോഴാണ് ഇത് ഞാൻ ചിലപ്പോൾ ഫോളോ പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളെ ആയിരിക്കും ഇവിടെ പോയി ഒരു അടി നടക്കുന്നുണ്ട്, പോയി കാണുന്നു എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. നമുക്കൊരു സൈക്കോളജിക്കലി ഒരു ടെൻഡൻസി ഉണ്ട്, അയ്യോ ഇവരെന്താ അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്നും പറഞ്ഞു നോക്കാം. എന്നിട്ട് അവിടെ പോയി നമ്മളിരുന്ന് ഈ അടി മുഴുവൻ കാണും.
എന്നിട്ട് വാദപ്രതിവാദം ആരാണ് ആരുടെ പ്രശ്നമാണ് ഇതിലെ ആദ്യം ഉണ്ടാക്കിയത്. ഇന്റർനെറ്റിലൊരു- ഇതൊക്കെ ഇങ്ങനെ തൂക്കി വലിച്ച് ഇന്റർനെറ്റിലൊരു- എന്തിനാ അത് ഇന്റർനെറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ട്. ആദ്യത്തെ 2 ദിവസം പറയും ആ അടി ഉണ്ടാക്കിയവൻ കൂറയാണ് പട്ടിയാണ്. 2 ദിവസം കഴിഞ്ഞാൽ പറയും ആ അടി ഉണ്ടാക്കിയവന്റെ അല്ല തെറ്റ്, അതിനൊരു കാരണമുണ്ട്. അവന്റെ കൂടെ ഉള്ളവനാണ്. അപ്പൊ പിന്നെ എല്ലാരും കൂടെ അമ്മേനെ തല്ലാരും 2 വർഷക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അപ്പൊ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഇപ്പൊ എനിക്ക് ഒരുപാട് പൊട്ട ഐഡിയാസ് ഞാനിങ്ങനെ കുറെ വായിച്ച് പിടിച്ചൊക്കെ വന്ന് ചിലപ്പോൾ റോങ് ആയിരിക്കും. അത് ചിലപ്പോൾ ഒരാൾ പറയും. അത് പറയുമ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കാതെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് തന്നെ ഒരു ചളിപ്പ് തോന്നും. അയ്യേ നമ്മൾ വലിയ കാര്യമായിട്ട് ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഒരുത്തം വന്ന് നേരെ അത് പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. ശരി, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കുക. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതിന്റെ പിറകിലുള്ളത് നമ്മൾ അന്വേഷിക്കുക. ചിലപ്പോൾ അയാൾ പറഞ്ഞത് തെറ്റായിരിക്കാം, നമ്മൾ തന്നെ ആയിരിക്കാം ശരി, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ശീലിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതില്ല, ഈ ഇടി പിടിക്കാൻ പോവാണ് ഡെയിലി. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇത് നല്ലതാണ്. നമ്മൾ പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കൂടെ ഉള്ളവരെ സംസാരിക്കുക, സുഹൃത്തുക്കൾ ഉണ്ടാവുക. ഈ സോഷ്യൽ മീഡിയ കയറി ഇങ്ങനെ ഇരിക്കരുത്. ഈ ലോക്ക്ഡൗൺ ഒരു മോശം കാര്യമായിരുന്നു ഇൻ ജനറൽ എങ്കിലും, സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ സൈക്കോളജിക്കലി കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യമായിരുന്നെങ്കിലും അതിൽ നിന്ന് പുറത്ത് വന്ന് എനിക്ക് മനസ്സിലായ ഒരു ലെസൺ ഇതാണ്: ആളുകളോട് കൂടുതൽ സംസാരിക്കുക, കയറിയിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫോൺ കാരണം നമ്മുടെ സമ്മാനം കളയാതിരിക്കുക. അതിപ്പോ നമുക്ക് കുറച്ചൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനറേഷനിൽ ഞാൻ സംസാരിക്കുന്ന എല്ലാവരും ഇതിൽ അഗ്രിമെന്റ് ആണ്. അല്ല, നമ്മൾ പലതും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ വേറൊരു ആളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ടൊക്കെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ ചിലപ്പോൾ വേറെ ആളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ കൂടുതൽ എന്റർടൈനിങ്. എല്ലാത്തിനും ഉള്ള ഉത്തരം ഗൂഗിളിലുണ്ട്, നേരത്തെ പറഞ്ഞു. പക്ഷെ അതൊരു കുഴപ്പമുണ്ട്. ബിക്കോസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് ശീലിച്ചാൽ ആരോടും നമ്മളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആളാണ്, നമുക്ക് എല്ലാത്തിനെയും പറ്റി വിവരമുണ്ട് എന്നുള്ള ഒരു തോന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ആക്ച്വലി ഒരു കാര്യമില്ല. സത്യം അല്ലേ? അല്ല, കൂടുതലും ആൾക്കാർ നോക്കുന്നത് അതിന് തന്നെയല്ലേ. അതായത് ഏതൊരു വിഷയത്തിനെ പറ്റി സംസാരിച്ചാലും എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു പോയിന്റ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നതിന്റെ ഒരു, അല്ലെങ്കിൽ ആൾക്കാർ ഇതായിരിക്കും ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ട്രെൻഡിങ് ടോപ്പിക് ഇതാണ്, ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു മിസ്സിങ് ഔട്ട് സാധനം വരുന്നതിലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെയൊക്കെ സാധനം വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ശരിക്കും നേരത്തെ സുദർശൻ പറഞ്ഞ പോലെ ഇൻവോളണ്ടറി ആയിട്ട് ഇതിലോട്ട് കയറിപ്പോവും. ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു പ്രോഗ്രാമബിൾ സ്പീഷീസാണ്. നമുക്ക് അത്ര ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമ്മൾ വളരെ വൾണറബിൾ സാധനമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ മണ്ടന്മാരാണ്. ഇത് ചൂഷണം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഈഗോ ഉണ്ട്, നമ്മുടെ പെറ്റിനെസ് ഉണ്ട്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഈ പറഞ്ഞ പോലെ വലിയ വിചാരമുണ്ട്. ആൻഡ് അത് അത്ര പെട്ടെന്ന് നമ്മൾ സമ്മതിച്ചും തരില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര വിനയാണ്, താൻ പോടോ എന്ന് പറയാനൊരു സീനുണ്ട്. സോറി, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കിയതല്ല. ഇതൊരു ലോങ് ഫോർമാറ്റ് കണ്ടന്റ് ആയിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂടും. അതാണ് നിങ്ങൾ വിറ്റോക്സ് റെഗുലർ ആയിട്ട് കാണുക. കാരണം നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂടും. നിങ്ങൾക്ക് ഇത് 1 മണിക്കൂർ അറ്റൻഷനോടെ ഇരിക്കാമെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത സുദർശന്റെ പേര് നാളെ ഒരു സുദർശൻ എഫക്റ്റോ അല്ലെങ്കിൽ നോബൽ സമ്മാനോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും സുദർശന്റെ പേര് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ കാണണമെങ്കിൽ കുറെ പേര് സെർച്ച് ചെയ്ത് വരുമ്പോ വിക്ടോക്സ് ആണ് കാണാൻ പോണത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ നന്ദി. താങ്ക് യു സുദർശൻ.